എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നമസ്കാരം. നമ്മുടെ പ്രകൃതി മനഃശാസ്ത്രം തുടർച്ചയിലേക്ക് കടക്കുകയാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് ആമുഖം ആമുഖം പറയുന്നതിനായിട്ട് ഉമചേച്ചിയെ ക്ഷണിക്കുകയാണ്. ഉമചേച്ചി സംസാരിച്ചു തുടങ്ങിക്കോളൂ. ശേഷം സ്ലൈഡ് ഷെയർ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ചേച്ചി വോയിസ് ക്ലിയർ അല്ല, കട്ടാവുന്നു ഇടയ്ക്ക്. ശരിയായിട്ടില്ല. ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പൊ ശരിയാണ്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും സാർത്ഥകമാവട്ടെ. നമ്മള് 2-3 ദിവസമായിട്ട് ഒത്തുചേർന്നപ്പോ പങ്കുവെച്ച കാര്യങ്ങള് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഒന്നായി പ്രവർത്തിക്കുന്ന ഒരു പ്രപഞ്ചം ഓക്കെ കാണുന്നില്ലേ? കാണുന്നുണ്ട് ചേച്ചി, കാണുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ പങ്കുവെക്കലുകളില് ചർച്ച ചെയ്ത കാര്യങ്ങള് എക്കോ സൈക്കോളജി എങ്ങനെയാണ് ഇന്നലത്തെ ഇതില് എക്കോ സൈക്കോളജിയിൽ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ഈ എങ്ങനെയാണ് പ്രപഞ്ചബോധം സൃഷ്ടിക്കപ്പെടുന്നത്, ആ പ്രപഞ്ചബോധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വരുന്നത്, നമ്മുടെ ഉള്ളിലെ മനസ്സും പ്രപഞ്ചത്തിന്റെ മനസ്സും കൂടി ചേർന്ന് പോകേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ നമ്മൾ ഇന്നലെ സംസാരിച്ചു. അപ്പൊ അങ്ങനെ ജീവൻ എന്ന് പറയുന്നത് സ്വയം സംഘടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോകുന്ന ഒരു സംവിധാനമാണ്. ആ ജീവന് ഒരു രൂപമായിട്ട് നമ്മുടെ ഒരു പ്രപഞ്ചത്തിന്റെ ജീവൻ തന്നെയാണ് ഒരു ശരീരത്തിന്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഒരു സുരക്ഷിതത്വത്തിലേക്ക് വന്നു ചേരുന്ന നമ്മളായി മാറുന്നത് എന്ന് മനസ്സിലാവുന്നു. അപ്പൊ അങ്ങനെ ഈ ശരീരമായി മാറുമ്പോൾ വളരെ വിശാലമായ ഒരു പ്രപഞ്ച ബോധം നമ്മുടെ ഈ ശരീരത്തിലേക്ക് ഒതുങ്ങി ആ ജീവൻ നമ്മുടെ ശരീരത്തിലേക്ക് ഒതുങ്ങുമ്പോൾ ഞാൻ ഈ ശരീരം തന്നെ, ഈ ശരീരം മാത്രമാണ് ഞാനെന്നും ഈ ശരീരത്തിന്റെ സംരക്ഷണം മാത്രമാണ് എന്റെ ധർമ്മം എന്നൊക്കെ ഉള്ള ചില ചിന്തയുടെ ചുരുക്കത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ചുരുങ്ങിയ ബോധത്തിൽ നിന്ന് കുറച്ചു ആ വേലിക്കെട്ടുകളെ തകർത്തിട്ട്, അതായത് ആ ഒരു നമ്മുടെ ചിന്തയുടെ വേലിക്കെട്ടുകളെ തകർത്ത് ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കാനുള്ള ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. സ്വന്തം ജീവനെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക, ആ ശരീരം സംരക്ഷിക്കപ്പെടേണ്ടത് മാത്രമാണ് എൻ്റെ ഉത്തരവാദിത്വം. അതിനുവേണ്ടി എൻ്റെ ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്ന സംവേദനങ്ങളെ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്ദ്രിയങ്ങൾ പറയുന്നതിനനുസരിച്ച് കൂടുതൽ സുരക്ഷിതമാകാനുള്ള ഒരു ശ്രമമാണ്, സുരക്ഷിതത്വം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ആ സുരക്ഷിതത്വം ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടുന്ന ചില സംഭവങ്ങൾ നമുക്കിപ്പോ ചുറ്റും നടക്കുന്നുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള സുരക്ഷിതത്വങ്ങൾ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു കുഞ്ഞു വൈറസ് അല്ലെ, വെറുതെ സോപ്പിട്ട് കഴുകിയാൽ പോകുന്ന ഒരു വൈറസിനെ പേടിച്ച് നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടി കെട്ടിയിട്ടുള്ള ഒരു വീട്ടിന്റെ ഉള്ളിൽ കയറി അടച്ച് ഇരിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ വേലിക്കെട്ടുകൾ എത്രത്തോളം സുരക്ഷിതമുള്ളവയാണ്. അപ്പോഴും ഈ വലിയ വേലിക്കെട്ടിനുള്ളിൽ നല്ല സുരക്ഷിതമാണെന്ന് തോന്നുന്ന നമ്മുടെ വീട്ടിനുള്ളിൽ പോലും എത്ര അരക്ഷിതാവസ്ഥയിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത് എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്. അപ്പോ ഇന്ന് അതിനെക്കുറിച്ച്, അതായത് നമ്മുടെ സുരക്ഷിതത്വം എങ്ങനെയാണ് വേലിക്കെട്ടുകളില്ലാത്ത സുരക്ഷിതത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ അടുത്ത സെഷൻ സഹായിക്കും. നന്ദി. താങ്ക് യു ചേച്ചി.
താങ്ക് യു. അപ്പൊ നമുക്ക് സെഷനിലേക്ക് കയറാം. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, അപ്പോ ചേച്ചി പറഞ്ഞത് കേട്ട് കാണും. സ്വാഭാവിക സുരക്ഷയുടെ വഴിയിലേക്ക് പോകുന്നതിനെ കുറിച്ച്. അപ്പോ നമ്മള് സ്വാഭാവിക സുരക്ഷയെ കുറിച്ച് മാത്രമല്ല, നമ്മളിപ്പോ കുറച്ച് ഈ അടിസ്ഥാനമായിട്ടുള്ള പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന നിർദ്ദേശങ്ങൾ, അതാണ് നമ്മൾ ഓൺലൈനായിട്ട് സാധാരണ നൽകുന്ന സെഷൻ. ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ നടത്തി വരുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ നിത്യേന കുറച്ച് നിർദ്ദേശങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തും. അത് നോക്കി ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ രീതി. അപ്പോൾ അത് ദിവസവും ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി വരുന്നുണ്ട്. അപ്പൊ ഈ പ്രാക്ടീസിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങളോട് അറ്റൻഡ് ചെയ്യാൻ പറയുന്ന, നിങ്ങളോട് സ്വയം ചോദിക്കാൻ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ നിരീക്ഷിക്കണം, നിങ്ങളുടെ ബിഹേവിയറിനെ നിരീക്ഷിക്കാൻ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ, എഫോർമേഷൻസ്, ഈ കാര്യങ്ങളിലൂടെ എല്ലാമാണ് നമ്മൾ ഈ വഴിയിലേക്ക് ഇക്കോ സ്പിരിച്വാലിറ്റിയെ, ഇക്കോ സൈക്കോളജിയെ ഊന്നിക്കൊണ്ടുള്ള ജീവിത സാഫല്യത്തിന്റെ വഴിയിലേക്ക് നമ്മൾ ചെന്നെത്തുന്നത്. അപ്പോ പരിശീലനമാണ് നമുക്ക് ഇതിനുള്ള വഴി. അല്ലാതെ യുക്തി കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ബോധ്യമാകുകയില്ല. യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയാൽ കിട്ടുന്ന കാര്യങ്ങൾ വളരെ പരിമിതമാണ്. അപ്പോ ആ പരിമിതിയെ മറികടക്കാൻ പാകത്തിലുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോ നമുക്ക് ആ വിഷയങ്ങളിലേക്ക് കടക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, ഒന്ന് രണ്ട് പേര് മീറ്റിംഗ് ഐ ഡി വാലിഡ് അല്ല എന്ന് പറയുന്നു. ഒരു മിനിറ്റ്. അതെ, ഒന്ന് രണ്ട് പേർക്ക് ഐ ഡി വാലിഡ് അല്ല എന്ന് പറയുന്നു. രണ്ട് തവണ റീകണക്ട് ആയിട്ടത്. ഏട്ടന്റെ സൗണ്ട് പോയി, ഏട്ടൻ മ്യൂട്ട്. ഇപ്പൊ ശരിയാക്കാം. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കണേ. ചൂച്ചോട് ഇത് നെറ്റ് ഒന്ന് കണക്ട് ചെയ്യണം. എനിക്ക് ഇവിടെ പിന്നെ ശ്രീകുമാരേട്ടൻ 2-3 പ്രാവശ്യം എൻ്റർ ചെയ്തു. ഓക്കെ, ഇതൊന്ന് പോണം. ഓക്കെ, നിക്കൂ. അയ്യോ, അത് പോകുന്നില്ലല്ലോ. ഇത് പോണം കേട്ടോ, ഇത് പോണം. അത് ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ഇത് ചില പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 2-3 പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോ ഓക്കെ, ഈ ചിത്രം, ഈ ഒരു സ്ലൈഡ് ഓർമ്മയുണ്ടാവും ഇന്നലെ പങ്കെടുത്ത ആളുകൾക്ക്.
ബേസിക് പ്രിൻസിപ്പിൾസിലൂടെ നമ്മൾ കടന്നുപോയി. പ്രപഞ്ചം എന്ന് പറയുന്നത് സെൽഫ് ഓർഗനൈസിങ് ആണെന്നും മൾട്ടി ഡൈമെൻഷണൽ ആണെന്നും സിസ്റ്റമിക് നോട്ട് ഒബ്ജക്റ്റീവ്. അതെ, സെൽഫ് ഓർഗനൈസിങ് ആണ് നമ്മൾ കണ്ടു, മൾട്ടി ഡയമെൻഷണൽ ആണെന്ന് കണ്ടു, സിസ്റ്റമിക് ആണ്, ഒബ്ജക്റ്റീവ് അല്ല എന്ന് കണ്ടു, കോൺഷ്യസ്നെസ് ആണ് ഈ യൂണിവേഴ്സ് മുഴുവൻ ആയിത്തീരുന്നത് എന്ന് കണ്ടു. നമ്മുടെ യൂണിവേഴ്സൽ ഡൈനാമിസം എന്ന് പറയുന്നത് അത് ലോക്കൽ ആണെങ്കിലും യൂണിവേഴ്സൽ ആണെങ്കിലും അത് മെന്റൽ ആണ് എന്ന് കണ്ടു. അതുപോലെ തന്നെ യൂണിവേഴ്സ് എന്നുള്ളത് റെസണേറ്റ് ചെയ്യുന്നു കണ്ടു. ഇനിയും ഇതുപോലെ ഒരുപാട് നിയമങ്ങളുണ്ട്. നമ്മളിവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് വിജയ ജീവിതത്തിന്റെ യൂസേജ് ആണ്. ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രകൃതി നിയമങ്ങളെ ഉപയോഗിക്കാം എന്നുള്ളത്, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അത് നമ്മൾ ഇന്നലെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ലോ ഓഫ് അട്രാക്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ക്യൂ ലൈഫിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അതേസമയം നമ്മൾ ഇക്കോ വില്ലേജിന്റെ കാര്യത്തിലേക്കോ ഡീപ് ഇക്കോളജിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഈ നിയമങ്ങൾ തന്നെ അതിന്റെ യൂസേജിന്റെ ഒരു ഏരിയ, അതിന്റെ പ്ലോട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇക്കോ സൈക്കോളജിയുടെ ഈ മേഖലയിലുള്ള ക്യൂ ലൈഫിന്റെ മേഖലയിലുള്ള ബേസിക് റൂൾസിനെ കുറിച്ചാണ്. അപ്പോൾ ബേസിക് റൂൾസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് ഉമ്മച്ചേച്ചി അവതരിപ്പിച്ച സ്ലൈഡിനെ തൊട്ടുകൊണ്ട് തുടങ്ങാം. അവിടെ പറഞ്ഞത് നമുക്ക് വേലിക്കെട്ടുകൾ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്ക് സ്വാഭാവിക സുരക്ഷ കുറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേലിക്കെട്ടുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബൗണ്ടറി മാത്രമല്ല, പലപ്പോഴും റെസിസ്റ്റൻസിന്റെ ഒരു സിമ്പൽ കൂടിയാണ് വേലി എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം വേലി വെച്ചാൽ നമുക്കൊരു അതിര് കാണാം. ഈ അതിരെന്നുള്ളത് സുതാര്യമായ അതിരാണെങ്കിൽ വെളിയിൽ നിന്നുള്ളത് അകത്തേക്കും അകത്തു നിന്നുള്ളത് പുറത്തേക്കും പോകുന്ന രീതിയിൽ ഒരു സുതാര്യമായ ഒരവസ്ഥ വരുന്ന സമയത്ത് ഈ അകത്തുള്ളതിന്റെ സുരക്ഷ വെളിയിലുള്ളതിന്റെ കൂടെ ഉത്തരവാദിത്തമായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അതേസമയം നമ്മൾ വേലി കെട്ടിവെക്കുന്ന സമയത്ത് വെളിയിൽ നിന്നുള്ള ഒന്നിനും തന്നെ അകത്തേക്ക് കടക്കാൻ കഴിയാതെ വരികയും അങ്ങനെ ഒരു പ്രൊട്ടക്ഷന്റെ ഒരു മെക്കാനിസം അവിടെ ഉണ്ടാക്കി വെക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ എൻറ്റിറ്റിയുടെ മാത്രം ഒരു കാര്യമായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും വല്ലാതെ സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടിയിട്ട്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വല്ലാതെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്. ഇനി ഈ ഇക്കോ സൈക്കോളജിയില് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് വിജയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആദ്യമായി പറയാനുള്ള ഒരു വിഷയം, ഇതിനൊരു സീക്വൻസ് ഒന്നുമില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറയുന്നു എന്ന് മാത്രം. ഇതിനൊരു പ്രത്യേക ഒരു സീക്വൻസിൽ നമ്മളതുണ്ട് എന്ന് കരുതേണ്ട കാര്യത്തിൽ ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോ അബണ്ടൻസ് വുഡ് അട്രാക്ട് എന്നുള്ളതാണ്. പ്രപഞ്ചത്തില് ഏത് സത്തയുടെ ഏത് സ്വഭാവമാണെങ്കിലും ശരി, സത്തകളുടെ ഘടകങ്ങളുടെ കൂട്ടമാണെങ്കിലും ശരി, എന്താണോ അബൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്, ഏത് പ്രതിഭാസ രൂപത്തിലാണോ ഒരു കാര്യം അബൻഡന്റ് ആയിട്ട് നിൽക്കുന്നത്, സമർത്ഥമായി നിൽക്കുന്നത്, അത് ആ സമർത്ഥിയെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെ നിരന്തരം അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും ഈ അബൻഡൻസ് എന്നുള്ള കാര്യം, സമൃദ്ധി എന്നുള്ള കാര്യം അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ദുഃഖത്തെ നിരന്തരമായി പേറുന്നവരാണെങ്കിൽ, ദുഃഖത്തിന്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി ദുഃഖത്തിന്റെ ഓർമ്മകൾ പേറി നമ്മൾ കടത്തിവിടാത്ത ചിന്തകള്, വിടാത്ത വികാരങ്ങളെ നമ്മൾ പേറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വികാരങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ജീവിതാനുഭവങ്ങളെ അത് ആകർഷിച്ചു കൊണ്ടേയിരിക്കും. ദുഃഖത്തെ ആകർഷിക്കുന്നവര് അവരെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും അവരുടെ ഉള്ളിൽ ഒരു പെയിൻ ബോഡി നിലനിൽക്കുന്നുണ്ടാവും. പെയിൻ ബോഡി എന്ന് വെച്ചാൽ വേദനാശരീരം. വേദനാശരീരം എന്തെന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ ചെറുപ്പത്തിൽ കുറെ വേദനകളിലൂടെ കടന്നുപോയി. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ചില അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ ഉണ്ട്. ആ അനുഭവങ്ങളെയും അനുഭൂതികളെയും മെമ്മറൈസ് ചെയ്യുന്നു. മെമ്മറൈസ് ചെയ്തിട്ട് അതിന്റെ ഇമോഷണൽ ബാഗേജിനെ സൂക്ഷിക്കുന്നു. പലപ്പോഴും ഇമോഷൻസ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇമോഷൻസിന് അകത്തുകൂടെ നമ്മളും കടന്നു പോകുന്നു. ഇമോഷൻസ് നമ്മുടെ അകത്തുകൂടെ കടന്നു പോകുന്നു. അത് തരുന്ന പെയിനും സ്ട്രെയിനും എല്ലാം നമ്മുടെ അകത്തുകൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അതിലൂടെയും കടന്നു പോയി കഴിയുമ്പോൾ ഈ കടന്നുപോക്ക് പൂർണ്ണമായിട്ട് നമ്മൾ അതിനും അപ്പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയിലാവുമ്പോൾ ഫ്ലോ പാറ്റേൺ എന്ന് നമ്മൾ ഇന്നലെ പഠിച്ച ഫ്ലോ പാറ്റേൺ എന്നുള്ള സംഭവം,
ആ ഒഴുക്കിന്റെ അകത്തുകൂടെ നമ്മൾ കടന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് നമ്മളെ കടന്ന് ഇപ്പുറത്തേക്കും പോകും. അപ്പോൾ നമ്മൾ അതിനെ അതിജീവിച്ചു എന്ന് പറയാം. അങ്ങനെ ഒരു അതിജീവനം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഈ മറ്റേ ബോഡിയിൽ ആ പെയിൻ പെർസിസ്റ്റ് ചെയ്യില്ല. അതെന്തും ആയിക്കൊള്ളട്ടെ, പെയിനും തന്നെ ആകണമെന്നില്ല, ഒന്നും പെർസിസ്റ്റ് ചെയ്യില്ല. അതേസമയം നമ്മൾ അതിനകത്തൂടെ കടന്നു പോകുന്നില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, മുമ്പേ പറഞ്ഞ വേലിക്കെട്ടുകൾ പോലെ നമ്മളൊരു വേലി കെട്ടി അതിനെ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതിന് പ്രപഞ്ചത്തിന്റെ നിയോഗം അല്ലെങ്കിൽ പ്രപഞ്ചം ഇതിന് കൽപ്പിച്ചിട്ടുള്ള ധർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അകത്തുകൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. ഈ കടന്നുപോക്ക് എന്നുള്ള പ്രക്രിയ സാധിക്കാതിരുന്നാൽ ഇത് അവിടെ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്യും. അങ്ങനെ പെർസിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവവും അനുഭൂതിയും നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ചില ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അതിന്റെ പഴയ ചില ഇമോഷൻസിലേക്ക് പോയി നമ്മൾ അതിന്റെ ഒരു സുഖമണ്ഡലത്തിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. സുഖമണ്ഡലമാണോ ഇത്? നമുക്ക് അതാണ് എന്റെ അമ്മ വീട്, അതാണ് എന്റെ ഒറിജിൻ, അവിടെയാണ് ഞാൻ ജനിച്ചു വീണത്, അതാണ് എന്റെ ഗൃഹം എന്നുള്ള ഒരു ആതുരതയിലേക്ക്, ഗൃഹാതുരത്വത്തിലേക്ക് നമ്മൾ ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോ നമുക്ക് തോന്നുക നമ്മൾ നമ്മുടെ അമ്മ വീട്ടിലെത്തി എന്നുള്ളതാണ്. ഈ സീറോയും അബ്സല്യൂട്ട് സീറോയും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിട്ടില്ലേ? സീറോ എന്നുള്ള വാല്യൂ നമുക്ക് കേൾക്കുമ്പോൾ 0 ഒന്നുമില്ല എന്നുള്ളതാണ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് -2 കെൽവിൻ എത്രയാ? അബ്സല്യൂട്ട് സീറോ എത്രയാ? 247ഓ? അയ്യോ, അതും ആർക്കും അറിയില്ലേ? ശാസ്ത്രകാരന്മാരൊക്കെ ഉള്ള സ്ഥലല്ലേ? -273. അതെ, 273, 273 അല്ലെ? ഓക്കെ. അപ്പോ ആ ഒരു അബ്സല്യൂട്ട് സീറോയിലേക്ക് പോകുന്നത് ശരിക്കും പ്രപഞ്ച നിയമം അനുസരിച്ച് അബ്സല്യൂട്ട് സീറോയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് 0 ആണ് തുടക്കം. അപ്പോ ഇതുപോലെ നമുക്ക് നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ തുടങ്ങേണ്ടുന്നത്, നമ്മൾ കാര്യങ്ങളെ അളക്കേണ്ടുന്നത് ഒരു തലമുണ്ട്. അതായത് നമ്മൾ ന്യൂട്രലായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയുടെ മുകളിലേക്ക് നമുക്ക് വികാരങ്ങളും അനുഭവങ്ങളും ഒക്കെ വന്നിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോ ഇതാണ് എന്റെ അമ്മ വീട്, ഇതാണ് എന്റെ ഹോമിയോസ്റ്റാസിസ് സ്റ്റേറ്റ്, ഇതാണ് എന്റെ ഗർഭസ്ഥാവസ്ഥ എന്ന രീതിയിലുള്ള ഒരു ഹോമിയോസ്റ്റാറ്റിക് സ്റ്റേറ്റിനെ നമ്മൾ 0 ആയിട്ട് കണക്കാക്കും. അത് അബ്സല്യൂട്ട് സീറോ അല്ല, 0 ആണ്. ഇതാണ് എന്റെ ഇടം എന്ന് നമ്മൾ കണക്കാക്കും. അങ്ങനെ കണക്കാക്കി വെച്ചിട്ടുള്ള ചെറുപ്പത്തിലെ പെയിൻ ബോഡിയുടേതായിട്ടുള്ള ഒരു ഇടം, ആ ഇടത്തിലേക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് ചെല്ലുകയാണെങ്കിൽ നമ്മൾ അതിൽ അങ്ങ് അഭിരമിച്ചു പോകും. ആ അവസ്ഥയുണ്ടല്ലോ, അത് അത്തരത്തിലുള്ള പെയിനുകൾ ഉണ്ടാക്കാൻ പാകത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാനുള്ള ഒരു കാരണമാണ്. സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണ് ജീവിതം എന്ന് നമ്മൾ ഫിലോസഫിയും പറയും. അപ്പോ നിരന്തരം ദുഃഖങ്ങളെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. സത്യത്തിൽ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടുന്നവയല്ല, നമ്മൾക്ക് ഉള്ള ആ അബ്സല്യൂട്ട് സ്റ്റേറ്റിൽ നിന്നും മാറി വേറൊരിടത്ത് നമ്മുടെ ഒറിജിനൽ സ്റ്റേറ്റ് ധരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഭാവനയിലുള്ള ഒരിടമാണ് നമുക്ക് വേണ്ടുന്ന ഈ പ്രശ്നങ്ങളെല്ലാം കൊണ്ടുതരുന്നത്. അപ്പോ നമുക്ക് ഈ അബ്സല്യൂട്ട് സ്റ്റേറ്റിന്റെ മുകളിലേക്ക് അബൻഡന്റ് ആക്കി വെച്ചിട്ടുള്ള ആ 0 സ്റ്റേറ്റ്, അതാണ് കാര്യങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. അത് പെയിൻ ആയിക്കോട്ടെ, ധനമായിക്കോട്ടെ. ഇപ്പൊ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് മണിലെസ് ലിവിങ് ലീഡ് ചെയ്തതാണ്. പണം കൈകൊണ്ട് തൊടാതെയായിരുന്നു ഒരുപാട് കാലം ജീവിച്ചിരുന്നത്. എന്റെ പല കൂട്ടുകാരുടെയും പട്ടിണി കണ്ടിട്ടാണ്, അവരുടെ ഇല്ലായ്കകൾ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ജീവിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഞാൻ വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്റെ ആദർശങ്ങളിൽ ഇങ്ങനെ മുഴുകിപ്പോയി. കമ്മ്യൂൺ തുടങ്ങി. കമ്മ്യൂണിനകത്ത് പല ആളുകളും വന്നു, ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ പൈസ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴും സ്വകാര്യ സ്വത്ത് സമ്പാദിച്ചില്ല. ഇപ്പോഴും സ്വകാര്യ സ്വത്ത് ഇല്ലാതെയാണ് ജീവിക്കുന്നത്. പക്ഷെ കുറച്ചു നാള് മുൻപോട്ട് പോയപ്പോ ഞാൻ ഈ ആദർശത്തിൽ ഇങ്ങനെ പിടിച്ച് ജീവിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് ആദർശങ്ങളെ ഓരോന്നായിട്ട് ഞാൻ ഇങ്ങനെ വെട്ടിമുറിച്ച് കളയാൻ തുടങ്ങി. അപ്പം മുതലുള്ള എന്റെ അവസ്ഥ എന്തെന്നറിയോ? നേരത്തെ കമ്മ്യൂണിനകത്ത് ഒരു നേരം മാത്രമായിരുന്നു ഭക്ഷണം. ഇപ്പോഴും നമുക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടോ ഒക്കെ നമ്മൾ ഒരു നേരമേ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 നേരം ആണെങ്കിൽ പോലും പട്ടിണിയായിട്ട് കഴിഞ്ഞിരുന്ന കമ്മ്യൂണിന്റെ ഒരവസ്ഥ, ഭക്ഷണം ഇല്ലാത്തതും ഭക്ഷണം വേണ്ടാത്തതുമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും മാറിയിട്ട് ഇപ്പോ എനിക്ക് ചുറ്റും ഇഷ്ടം പോലെ ഭക്ഷണമാണ്.
എനിക്ക് വേണ്ടുന്ന ബേസിക് ഫെസിലിറ്റീസ് എല്ലാം എന്റെ ചുറ്റും ഉണ്ട്. ഞാനൊന്നും സമ്പാദിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഞാൻ സ്വകാര്യ സ്വത്ത് കൂട്ടിവെക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. പക്ഷെ എന്റെ ഈ 0 എന്നുള്ള പൊസിഷനിൽ, അബ്സല്യൂട്ട് അല്ല, എന്റെ 0 എന്നുള്ള പൊസിഷനിൽ ഞാൻ മനസ്സിലാക്കിയത്, അധ്യാപക ദമ്പതികളുടെ മകനായിട്ടുള്ള ഞാൻ, വീട്ടിൽ അത്യാവശ്യം ഫെസിലിറ്റി ഉള്ള ഞാൻ, ഞാൻ എനിക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിരന്തരം കിട്ടും എന്ന് ചെറിയ കാലത്തിലെ ബോധ്യപ്പെട്ടത് കൊണ്ട് ആ ബോധ്യത്തിന്റെ പുറത്തേക്ക് അതിന്റെ അബൻഡന്റ് ആയിട്ടുള്ള തോട്ടാണ്. ആ അബൻഡന്റ് ആയിട്ടുള്ള തോട്ടിലേക്ക് എന്റെ ചുറ്റും വിഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ശ്രമിക്കാതെ, ഞാൻ പരിശ്രമിക്കാതെ, ഞാനത് നേടിയെടുക്കാൻ ഒരു ചിന്ത പോലും ഉപയോഗിക്കാതെ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ പറയുന്നത് അബൻഡൻസ് എന്ന് പറയുന്നത്. ആളത് അക്സെപ്റ്റ് ചെയ്തോ? ഓക്കെ. ഓക്കെ, ഞാൻ മൈക്ക് ഓഫ് ചെയ്തിട്ടാ പറഞ്ഞു കേട്ടോ. പക്ഷെ മൈക്ക് ഓഫ് ആയില്ല. അപ്പൊ നിങ്ങളെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടു. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ അല്ലെ? ഹലോ. ഓക്കെ, മൈക്ക് പറയേണ്ട സമയത്ത് മാത്രം ദയവേത് ഓൺ ചെയ്യൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഈ ഫീഡ്ബാക്ക് ലൂപ്പ് വന്നുകൊണ്ടിരിക്കും. അപ്പോ ഹമ്മിങ് സൗണ്ട് ഇങ്ങനെ പോരും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും. അബൻഡൻസ് എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്യും. ഇത് ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ്. യൂണിവേഴ്സൽ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിലെ ഓരോ സിസ്റ്റവും പ്രവർത്തിക്കുന്നതിന്റെ ഒരു സ്വഭാവമാണിത്. ഏത് ഒരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ ആ സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് ആദ്യം ഉണ്ടാവുക. ആ ബേസിക് സ്ട്രക്ചറിന്റെ പുറത്ത് ആ സിസ്റ്റത്തെ പെർസിസ്റ്റ് ചെയ്യിക്കാൻ പാകത്തിലുള്ള ഓരോ ഭാഗങ്ങൾ, അതിന്റെ ഓരോ അവയവങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിന്റെ സൈസ് റൈറ്റ്നെസ് വരെയുള്ള കാര്യങ്ങളെ അബൻഡന്റ് ആക്കി സൂക്ഷിക്കുക എന്നുള്ളത് ശരീരത്തിന്റെ സ്വഭാവമാണ്. അങ്ങനെയാണ് ആ ഒരു രൂപത്തിലേക്ക് അത് വളർന്നു വരുന്നത്. എന്റെ ശരീരം നിർമ്മിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് എന്റെ ശരീരത്തിന്റെ സ്ട്രക്ചറാണ്. എന്റെ ശരീരത്തിന്റെ സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന്റെ ആ സ്ട്രക്ചറിന്റെ ഓരോ ഭാഗങ്ങളെയും അതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തിക്കാനായിട്ട് അതിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. വെളിയിൽ നിന്നും വിഭവങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഒരു മെക്കാനിസം, ഞാൻ ആ വിതരണക്രമം തെറ്റിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഒരു മെക്കാനിസം നിരന്തരം വർക്ക് ചെയ്യുകയും അത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. സൈസ് റൈറ്റ്നെസ് എന്നുള്ള അവസ്ഥ എത്തുന്നത് വരെയും അത് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സൈസ് റൈറ്റ്നെസ് എന്ന് വെച്ചാൽ വളർച്ചാ പരിധി. വളർച്ചാ പരിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശരീരം ഒരു പരിധി വിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ മറ്റു ജീവജാലങ്ങളുടെ സ്പേസ് കൂടെ ഞാൻ എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെക്കാനിസമാണ് വളർച്ചാ പരിധി എന്നുള്ളത്, ഒരു ബൗണ്ടറി എന്നുള്ളത്. ആ ബൗണ്ടറിയുടെ നിയമത്തെ നമ്മൾ എവിടെയെങ്കിലും തെറ്റിക്കുമ്പോൾ, ഇപ്പൊ എന്റെ സ്വാഭാവികമായിട്ടുള്ള വിശപ്പിന് പകരം ഞാൻ സമയം നോക്കി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. അങ്ങനെ ഞാൻ ശീലിച്ചു കഴിയുമ്പോൾ
സമയത്തിനനുസരിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുന്നു, വിശപ്പിനനുസരിച്ചല്ല ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ശീലിക്കുമ്പോൾ എന്റെ സ്വാഭാവിക ശരീര വലിപ്പത്തിനും അപ്പുറത്തേക്ക് ഞാൻ വളരാൻ തുടങ്ങും. പിന്നീട് അത് രോഗങ്ങളിൽ കൊണ്ടെത്തുകയും ചെയ്യും. പക്ഷെ ഞാൻ വളരുന്നു. അപ്പോ അത് അഡീഷണൽ അക്യുമുലേഷൻ ആണ്. അപ്പൊ ഈ രീതിയിൽ എപ്പോഴും അബണ്ടൻസ് എന്നുള്ളത് ഒരു പരിധി വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിയമങ്ങൾ പാലിക്കുമ്പോൾ. നിയമങ്ങൾ എവിടെയെങ്കിലും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ അബണ്ടൻസ് അതിലും കൂടുതൽ അട്രാക്ട് ചെയ്തു എന്ന് വരും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാന നിയമം. ഇതിനെക്കുറിച്ച് ചർച്ചയിലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് കാണാം. ഓക്കെ, അടുത്തത് ഇന്റൻഷൻ കോസസ് ടു മാനിഫെസ്റ്റ്. ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യത്തെ ഇച്ഛിക്കുന്നു, നമ്മളൊരു കാര്യത്തെ ഉദ്ദേശിക്കുന്നു, ഉദ്ദേശ്യം അല്ലെങ്കിൽ ലക്ഷ്യമാക്കുന്നു. അങ്ങനെ ലക്ഷ്യമാക്കുന്നത്, നമ്മളൊരു കാര്യത്തെ ലക്ഷ്യമാക്കുന്നു എന്ന് വെച്ചാൽ, ഞാനിപ്പോ പാലക്കാട് എന്നുള്ളത് ലക്ഷ്യമാക്കി പോവുകയാണ്. പാലക്കാട് എന്നുള്ളത് ലക്ഷ്യമാക്കുമ്പോൾ എനിക്ക് എന്റെ മുന്നിൽ ഒരു ടാർഗറ്റ് ഉണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് എനിക്ക് പോകാനുള്ള എന്റെ വെക്ടറുകൾ, എന്റെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ വെക്ടറുകളെല്ലാം തന്നെ പാലക്കാടിനെ ലക്ഷ്യമാക്കിയാണ് പോവുക. ഞാൻ മനസ്സിൽ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നു, ഒരു വ്യക്തിയെ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു വ്യക്തിയുടെ രൂപത്തെ മനസ്സിൽ കാണുന്നു. വ്യക്തിയുടെ രൂപത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്റെ ഡൈനാമിസത്തിന്റെ, എന്റെ ശരീര പ്രവർത്തനങ്ങളുടെ ഡൈനാമിസത്തിന്റെ, ശരീര ചൈതന്യത്തിന്റെ ഒക്കെ ഫോക്കസ് ഒരു വശത്തേക്ക്, ആ വ്യക്തിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിനെയാണ് ഇന്റൻഷൻ എന്ന് പറയുക. അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്, ഇന്റന്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ അതിനെ ഇച്ഛിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ അത് ഒരു ഭാവനയായി വളരുന്നു. ആ ഭാവന എന്നുള്ളിടത്തേക്ക് എന്റെ ചൈതന്യം പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നു. നിലവിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിലേക്ക് ഞാൻ അടുക്കപ്പെടുന്നു. ഒന്നുകിൽ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ ശബ്ദത്തിലേക്ക്, അല്ലെങ്കിൽ അയാളുടെ ഒരു സാന്നിധ്യത്തിലേക്ക്, അതൊരു എഴുത്തുകാരനാണെങ്കിൽ അയാളുടെ എഴുത്തിലേക്ക് ഞാൻ ആകർഷിക്കപ്പെടുന്നു. ആകർഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ മുന്നിൽ അത് പ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മുടെ മെന്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്, അതിന്റെ പ്രൊജക്ഷൻ ആണ് നമ്മുടെ മുന്നിൽ കാണുന്ന കാഴ്ച എന്ന്. അത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വസ്തുതയെ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുതരും. അത് പണമാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നതെങ്കിൽ പണം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുതരും. ഒരു വ്യക്തിയെയാണ് നമ്മൾ വിഭാവനം ചെയ്തെങ്കിൽ ആ വ്യക്തിയുടെ പ്രസൻസ് നമുക്ക് മുമ്പിൽ കൊണ്ടുതരും. ഇല്ലാത്തൊരു വസ്തുവിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ, നിലവിൽ ഇവിടെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ മുന്നിലേക്ക് ഉരുവാക്കപ്പെടും. നമുക്ക് ഒരു രോഗമില്ല എന്ന് വിചാരിച്ച് നമ്മൾ രോഗത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ രോഗം നമുക്ക് വന്നു ചേരും. നമുക്ക് ഒരു കഷ്ടപ്പാടോ ദുരിതമോ ഉണ്ടാകുമോ എന്ന് ആശങ്കപ്പെട്ടാൽ അത് നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരും. അപ്പോ നമ്മൾ എന്ത് ഇന്റന്റ് ചെയ്യുന്നു, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, പ്രകൃതിയുടെ ഭാഷയിൽ അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല. നമുക്ക് എന്ത് ഇന്റന്റ് ചെയ്യാൻ തോന്നുന്നോ ആ സംഭവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമാകും. ഇതാണ് ക്യൂലൈഫിന്റെ പശ്ചാത്തലത്തിൽ ഒരു ബേസിക് റൂള്. അടുത്തത് ലോജിസൈസ് ചെയ്യുന്നത് ഡീവിയേറ്റ് ചെയ്യും. ലോജിക് കോസസ് ടു ഡീവിയേറ്റ്. ലോജിക് എന്താണെന്ന് നമ്മൾ ഇതിന് മുമ്പിലത്തെ ഒരു ദിവസം പഠിച്ചു. ലോജിക് എന്ന് പറയുന്നത് കാരണപൂർവക വിഭ്രംശം അല്ലെങ്കിൽ റിസന്റ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ഒഴുക്കിലേക്ക് നമ്മൾ ഒരു അന്യവസ്തുവിനെ കൊണ്ട് നിർത്തിയാൽ, അന്യ സാഹചര്യത്തെ കൊണ്ട് നിർത്തിയാൽ, സ്വാഭാവികമായ ഒഴുക്കിൽ നിന്നും വ്യത്യസ്തമായ ഒന്നിനെ മുൻവശത്ത് കൊണ്ടു നിർത്തിയാൽ നമ്മുടെ യുക്തി വർക്ക് ചെയ്യും. യുക്തി വർക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ സ്വാഭാവികമായ ഒഴുക്ക് വഴി തിരിഞ്ഞ് ഒഴുകും, സ്വാഭാവികമായ ഒഴുക്കിനെ ബാധിക്കും. അങ്ങനെയാണ് നമുക്ക് വഴിതിരിവ്, വിഭ്രംശം എന്നുള്ളത്, ഡീവിയേഷൻ എന്നുള്ളൊരു കാര്യം ഉണ്ടാവുക. നമ്മൾ എവിടെയൊക്കെ നമ്മുടെ സ്വാഭാവികമായ ഒഴുക്കിലേക്ക് നമ്മുടെ യുക്തി നമ്മൾ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നോ, നമ്മൾ ഇറക്കി വെക്കുന്നോ, അവിടെ നിന്നൊക്കെ അതിന്റെ സ്വാഭാവികമായ ഒഴുക്കില് ഭേദം വരും, അതിൽ മാറ്റം വരും, വിഭ്രംശം ഉണ്ടാകും. അപ്പോ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളെ ഡീവിയേറ്റ് ചെയ്യിപ്പിക്കും എന്നുള്ളതാണ് അടുത്ത നിയമം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അൺക്ലിയർ വുഡ് അജിറ്റേറ്റ്. അൺക്ലിയർ ആയിട്ടുള്ള എന്ത് കാര്യവും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നമ്മുടെ കണ്ണട എടുത്തു വെക്കുന്നു, കണ്ണട വെക്കുന്നവർക്കേ ഇത് മനസ്സിലാവുള്ളൂ. കണ്ണട വെക്കുന്ന സമയത്ത് കണ്ണടയുടെ ഇപ്പൊ ഞാനിവിടെ പറയാറുണ്ട് മക്കളോട്, എന്റെ അച്ഛന്റെ കണ്ണട കൊണ്ടുവരൂ എന്ന് പറയും. അപ്പോ പണ്ടൊക്കെ ആണെങ്കിൽ മക്കൾ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് അവർ കണ്ണട എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് അവര് ഇതിന്റെ ഗ്ലാസ്സിൽ പിടിച്ചിട്ടായിരിക്കും കൊണ്ടുവരിക.
ഇവര് ഗ്ലാസ്സിൽ പിടിക്കുന്നതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും പോയി എണ്ണയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള എണ്ണയോ വല്ലതും കൈ പറ്റിയിട്ടുണ്ടാവും. അത് ചേർത്തിട്ടാണ് ഈ കണ്ണടയുടെ ഗ്ലാസ്സിൽ പിടിക്കുക. ഗ്ലാസ്സിൽ പിടിച്ചുകൊണ്ട് വന്ന് ഞാൻ കണ്ണട ഇട്ട് കഴിഞ്ഞ ഉടനെ എനിക്ക് മുൻവശം കാണില്ല. ആ സമയത്ത് നമുക്ക് വരുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്, അജിറ്റേഷൻ ഉണ്ട്, നമ്മുടെ ആ ഒരു ക്ലാരിറ്റിക്ക് വരുന്ന ഒരു വല്ലായികയുണ്ട്. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മഴ പെയ്ത് തുള്ളികൾ നിറഞ്ഞിട്ടുള്ള സൈഡ് വിൻഡോ, ആ സൈഡ് വിൻഡോയിൽ കൂടെ നമ്മൾ റിയർ വ്യൂ മിററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കില്ല. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നോട്ടുള്ള ആക്ടിവിറ്റിയെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണോ ആ കണ്ണാടിയിലേക്ക് നോക്കുന്നത് അതിന്റെ പർപ്പസ് സെർവ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ പർപ്പസ് സെർവ് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് അജിറ്റേഷൻ ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോ അൺക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ അജിറ്റേറ്റ് ചെയ്യിക്കും. നിങ്ങളുടെ ജീവിതമായും തട്ടിച്ചു നോക്കൂ. നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് വ്യക്തത ഇല്ലെന്നിരിക്കട്ടെ, അത് നിങ്ങളുടെ സ്വസ്ഥത കളയും. നിങ്ങൾക്ക് വ്യക്തതയില്ലാത്ത ഒരു വഴിയിലൂടെ പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. വ്യക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ നിങ്ങൾ നിരന്തരം പോയി വരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റൂട്ട് ക്ലിയർ ആണ്. ആ റൂട്ട് ക്ലിയർ ആയിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തു നിന്നും അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്നും ഡൽഹിക്ക് പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കയറുന്നു, ഏത് വാഹനത്തിലാണോ നിരന്തരം പോകുന്നത് ആ വാഹനത്തിലൂടെ കയറുന്നു, പോകുന്നു, തിരിച്ചു വരുന്നു. വളരെ ക്ലിയർ ആണ് കാര്യങ്ങൾ, നിങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതേസമയം ഇപ്പോ ഒന്നുകിൽ ബ്ലോക്കേഡ് ഉണ്ടായി, അല്ലെങ്കിൽ ലോക്ക്ഡൌൺ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ബന്ദ് ഉണ്ടായി, അതല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ഒരു തടസ്സമാണ് ഇടയിൽ വരുന്നത് എന്ന് നമ്മൾ അറിഞ്ഞു. അപ്പൊ അതിനപ്പുറത്തേക്ക് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിയില്ല. ആ സമയത്ത് നമ്മൾ ആശങ്കപ്പെടും, നമുക്ക് ഈസി ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാവില്ല. അപ്പോ ക്ലിയർ അല്ലാത്ത ഒരു വഴിയിലേക്ക് പോകാൻ നമുക്ക് അജിറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്തത്. പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ചുറ്റും എന്താണ് സംഭവിക്കുന്നത്, എന്റെ ജീവിതത്തിൽ, എന്റെ ശരീരത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ ജീവിതാനുഭവങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ, വ്യക്തതയില്ലെങ്കിൽ അത് അജിറ്റേറ്റ് ചെയ്യും. ഒരു കാലത്ത് എനിക്ക് അത്തരത്തില് പ്രപഞ്ചത്തെക്കുറിച്ച് ഉള്ള അജിറ്റേഷനാണ്, അൺക്ലിയർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒളിമ്പസിന് കാരണമായത്. എന്റെ അന്വേഷണങ്ങൾക്ക് എനിക്ക് ഉത്തരം വേണമായിരുന്നു. ഇവിടെ നൽകുന്ന പാഠപുസ്തകങ്ങളെല്ലാം വായിച്ച് തൃപ്തിപ്പെടാൻ ഞാൻ തയ്യാറായിരുന്നില്ല. കാരണം പാഠപുസ്തകങ്ങളിലൂടെയോ മറ്റേ നമ്മുടെ പ്രമാണങ്ങളിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ പലതും, പ്രമാണങ്ങളെല്ലാം വായിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ വായിച്ച് പോയ പലതിലും താൽക്കാലിക തൃപ്തി തരുന്ന, കാരണം ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉള്ളത്, ചില സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇത് എങ്ങനെയാണത് അങ്ങനെയാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ അതിന് ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഞാൻ എൻ്റെ അനുവാചകർക്ക് കൊടുക്കുന്നതും ആ ക്ലാരിറ്റിയാണ്. ആ ക്ലാരിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ വ്യക്തത വരും. ഇങ്ങനെ ആ ഫ്രെയിം ക്ലിയർ ആയിരിക്കും. നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും, നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അജിറ്റേഷൻ ഉണ്ടാവില്ല, ഇറിറ്റേഷൻ ഉണ്ടാവില്ല, നമുക്ക് വൈബ്രേഷൻ ഉണ്ടാവില്ല. നമുക്ക് സ്റ്റേബിൾ ആയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള റൂട്ടിലൂടെ നമുക്ക് പോകാൻ കഴിയും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന് മുന്നിലുള്ള ലൈറ്റ് ആണ് ഉണ്ടാവുക. ആ ലൈറ്റിൽ ആ നേരെ കാണുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. അങ്ങോട്ടേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റുമ്പോൾ വണ്ടി അവിടെ എത്തി, അപ്പോഴേക്കും ലൈറ്റ് കുറെ കൂടെ മുമ്പിലേക്ക് പോയിരുന്നു, അവിടെ ക്ലിയർ ആയി. ഈ ക്ലിയർ ആയി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും. അതേസമയം ലൈറ്റ് ഇല്ലെങ്കിലോ ക്ലിയർ അല്ല, നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. അപ്പോ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന കാര്യം, ഒരു അടിസ്ഥാന നിയമം. ഇവിടെ ഞാൻ ഒരു ചോദ്യം മുൻപോട്ട് വെക്കട്ടെ. ഒളിമ്പസിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈ ക്ലാസ്സുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യത്തിലൂടെ, നമ്മുടെ ചിത്രങ്ങളിലൂടെ, നമ്മുടെ പരിശീലനങ്ങളിലൂടെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. മറുപടി ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ വളരെ സന്തോഷം. ആ തോമസ് ഏട്ടന്റെ ആ 50% ഉണ്ടല്ലോ, ആ 50% ബാക്കി കിടക്കുമ്പോഴാണ് കിട്ടിയത് 50%, ക്ലാരിറ്റി 50%, ബാക്കിയുള്ള കിട്ടാത്ത 50% ഉണ്ടല്ലോ, ആ 50% ആണ് നമ്മളൊരു സീക്കർ ആക്കുന്നത്. അത് ഈ സ്ട്രെസ്സും യൂസ്ട്രെസ്സും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. സ്ട്രെസ് എന്ന് വെച്ചാൽ പിരിമുറുക്കം. അപ്പൊ പിരിമുറുക്കം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. നമ്മളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുകയാണ്,
നമുക്ക് ക്ലിയർ ആകും, നമുക്ക് ക്രിയേറ്റീവ് ആകുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, നമുക്കൊരു പിരിമുറുക്കണം, ഒരു ചിത്രം വരയ്ക്കണം, അല്ലെങ്കിൽ ഒരു കവിത എഴുതണം, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ഉണ്ടാക്കണം. അത് ഉണ്ടാക്കി തീരുന്നത് വരെയും നമുക്ക് ഒരു 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 പിരിമുറുക്കം ഉണ്ടാവും. ആ പിരിമുറുക്കത്തിന്റെ പേരാണ് യൂസ്ട്രസ്. സ്ട്രെസ് എന്ന് പറയുന്നത്. യൂസ്ട്രസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ കൂടുതൽ ക്രിയേറ്റീവ് ആകാനും കൂടുതൽ ക്ലാരിറ്റി വരുത്താനുള്ള ആക്ടിവിറ്റിയിലേക്ക് കടക്കാനും നമുക്ക് തോന്നും. ആ ക്ലാരിറ്റിയാണ് നമുക്ക് പിന്നീട് ഗുണകരമാവുക. 100% ക്ലാരിറ്റിയിലേക്ക്, അബ്സല്യൂട്ട് ക്ലാരിറ്റിയിലേക്ക്. മുമ്പേ പറഞ്ഞ ഈ ഇവിടെ പറയുന്ന ക്ലാരിറ്റി എന്ന് പറയുന്നത് സാധാരണ ക്ലാരിറ്റിയാണ്. ഈ 50% ഉള്ളൂ എന്ന് പറയുന്ന തോമസ് ഏട്ടനെ പോലുള്ള സ്പീക്കേഴ്സ് മുൻപോട്ട് പോകുന്ന സമയത്ത് കിട്ടുന്നത് അബ്സല്യൂട്ട് ക്ലാരിറ്റി ആയിരിക്കും. അപ്പോ അബ്സല്യൂട്ട് ക്ലാരിറ്റിയിലേക്ക് ആണ് നമ്മൾ പോകേണ്ടത്. അപ്പോ ബഷീർ മാഷ് ഒരു സംശയം അവിടെ ചോദിച്ചിട്ടുണ്ട്. മംഗ്ലീഷ് ആയതുകൊണ്ട് എനിക്ക് വായിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അത് ആദ്യത്തെ ചോദ്യമായിട്ട് നമുക്ക് എടുക്കാം എന്ന് പൊന്നിയോട് പറയുന്നു ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ തുടരുകയാണ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കി അൺക്ലിയർ എന്ന് പറയുന്നത് അജിറ്റേറ്റീവ് എന്ന്. അടുത്തൊരു നിയമമാണ് റിപ്പോസ് വിത്ത് റിസൈൽ. റിപ്പോസ് എന്ന് വെച്ചാൽ വിശ്രാന്തി. വിശ്രാന്തി എന്നുള്ളത് റിസൈൽ ചെയ്യും. റിസൈൽ വെച്ചാൽ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മെ കൊണ്ടുവരും. പ്രപഞ്ചത്തിലെ എല്ലാ വ്യവസ്ഥകളും, നമ്മൾ ആദ്യമേ പറഞ്ഞു, പ്രപഞ്ചം എന്ന് പറയുന്നത് സെൽഫ് ഓർഗനൈസിങ് ആണ്, അല്ലെങ്കിൽ ജീവസുറ്റതാണ്. ആ ജീവസുറ്റ ആ മഹാവ്യവസ്ഥയ്ക്കകത്ത് ജീവനില്ലാത്ത സ്വയം സംഘാടനം ചെയ്യാത്ത വസ്തുക്കൾ പോലും ഈ ജീവനുള്ള മഹാകൂടിനകത്ത്, മഹാവ്യവസ്ഥയ്ക്കകത്താണ് നിൽക്കുന്നത്. അങ്ങനെ മഹാവ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുമ്പോൾ അവ പോലും ജീവനുള്ളത് പോലെ ആക്ട് ചെയ്യും. ഞാനിതിന് സ്ഥിരം പറയാനുള്ള ഒരു ഉദാഹരണം എൻ്റെ ഒരു അനുഭവമാണ്. ഞാനും മോളും കൂടെ വയനാട്ടിലെ ഒരു കാട്ടിനകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അവള് ഒരു കല്ലെടുത്ത് എന്നോട് കാണിച്ചിട്ട് ചോദിച്ചു, അച്ഛാ ഈ കല്ലിന് ജീവനുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, കല്ല് മാത്രമായിട്ട് എടുക്കുമ്പോ അതിന് ജീവനില്ല മോളെ. പകരം ആ കല്ല് നിന്റെ കയ്യിൽ ഇരിക്കുമ്പോ അത് അനങ്ങി കുണുങ്ങി നടക്കുന്നു. അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിന് ജീവനുണ്ട്. മോളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിന് ജീവനുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നും മാറ്റി, കാടിന്റെ പശ്ചാത്തലത്തിൽ നിന്നും, കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നും, മോളുടെ പശ്ചാത്തലത്തിൽ നിന്നും, മോളുടെ കൈയുടെ പശ്ചാത്തലത്തിൽ നിന്നും അതിനെ മാറ്റി അതിനെ ഒരു ബിയർ സ്പേസിൽ വെച്ചിട്ട് അതുമാത്രമായി നോക്കുകയാണെങ്കിൽ അതിന് ജീവനില്ല എന്നുള്ളത്. അപ്പോ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അതിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇവയ്ക്കെല്ലാം തന്നെ ജീവനുണ്ട്. അപ്പോ പ്രപഞ്ചത്തിലെ ജീവനുള്ളതാണെങ്കിലും അല്ലെങ്കിലും ഒരു വ്യവസ്ഥയുടെ ഭാഗമായിരിക്കുമ്പോൾ, വ്യവസ്ഥയുടെ ഡൈനാമിസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചലിച്ചുകൊണ്ടേയിരിക്കും. ഒരു വ്യവസ്ഥ ചലിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അതിന്റെ ഘടകഭാഗങ്ങളും ചലിച്ചുകൊണ്ടേയിരിക്കും. അതിങ്ങനെ പ്രവർത്തന നിരതമായിക്കൊണ്ടേയിരിക്കും. അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതുപോലെ, വെള്ളം വെച്ച് അതിനകത്തേക്ക് തീ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതിന്റെ താഴെ തീ കൂട്ടി കഴിഞ്ഞാൽ ഈ വെള്ളം പതുക്കെ ചൂടാകാൻ തുടങ്ങും. അതിന്റെ തന്മാത്രകളുടെ ചലനവേഗം കൂടും. വെള്ളം പതുക്കെ തിളച്ചു തുടങ്ങും. തിളയ്ക്കുമ്പോൾ അതിന്റെ ഉപരിതലം വെട്ടിത്തിളയ്ക്കും. അങ്ങനെ വെട്ടിത്തിളച്ച് അതിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെയും നമ്മൾ ആ ചൂടാക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ആ വെട്ടിത്തിളയ്ക്കുന്ന ഭാഗം ആവിയായി മാറും. അതിന്റെ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിന് പകരം വ്യവസ്ഥ തന്നെ വിട്ടുപോകും. അതേസമയം നമ്മൾ തീ പിൻവലിക്കുകയാണെങ്കിൽ അത് പതിയെ അതിന്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കും. പൂർവ്വസ്ഥിതി പ്രാപിക്കുമെന്ന് പറയുമ്പോൾ പച്ചവെള്ളം തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് പച്ചവെള്ളമായി മാറില്ല. പകരം പച്ചവെള്ളം എന്നത് തണുത്ത വെള്ളമായി മാറും. അതായത് പച്ചവെള്ളത്തിന്റെ ഘടനയിൽ ഒരു മാറ്റം വന്നുകൊണ്ട് അത് പച്ചവെള്ളത്തിന് സമാനമായ മറ്റൊരു വെള്ളമായി മാറും. എന്നാൽ പച്ചവെള്ളമാണോ? അല്ല, അതിന്റെ ഘടനയിൽ മാറ്റമുണ്ട്. അതാണ് വിത്ത് മെമ്മറി എന്ന് പറയുന്നത്. റീപോസ് ചെയ്യുമ്പോൾ റിസൈൽ ചെയ്യുന്നത് വിത്ത് മെമ്മറിയാണ്. ഓർമ്മയോട് കൂടിയാണ് അത് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. അപ്പോ പൂർവ്വസ്ഥിതിയും ഇപ്പോഴത്തെ സ്ഥിതിയും, പൂർവ്വസ്ഥിതി എന്ന് പറയുന്നത് പച്ചവെള്ളം, ഇപ്പോൾ ചൂടായി തണുത്തു വന്നപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് തിളപ്പിച്ചാർച്ച വെള്ളത്തിന്റെയാണ്. നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസിന്റെ താഴെ, ബസിന്റെ ടയറിന്റെ താഴെ നമ്മളൊരു മാർക്ക് ഇടുക.
ബസ് നീങ്ങുമ്പോൾ നമ്മൾ ആ മാർക്ക് ശ്രദ്ധിച്ചാൽ മതി. അത് ഇങ്ങനെ കേറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. ചാക്രിക അവസ്ഥയിലാണ് അത് ചലിക്കുന്നതെങ്കിലും അത് നമ്മുടെ റോഡിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയായിരിക്കും. അതുപോലെ കാലത്തിനനുസരിച്ച് ഈ ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ വിശ്രാന്തിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏത് കാര്യത്തെയും വിശ്രമിപ്പിച്ചാൽ അത് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരും എന്നുള്ളതാണ്. ശരീരത്തെ വിശ്രമിപ്പിച്ച് നോക്കൂ. നിങ്ങൾക്കുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും, ശരീരത്തിന്റെ എല്ലാ പ്രശ്നങ്ങളെയും ഭേദമാക്കി അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. ഓർമ്മയുണ്ടാകും, ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി എന്നുള്ളതിന്റെ ഓർമ്മയുണ്ടാവും, എങ്കിലും പൂർവ്വസ്ഥിതിയിലേക്ക് വരും. ഉപവസിച്ചാൽ മതി, ശരീരത്തിന്റെ ഒരുവിധ പ്രശ്നങ്ങളെല്ലാം മാറും. ധ്യാനിച്ചാൽ മതി, മനസ്സിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. ഇപ്പൊ നമ്മുടെ നാടിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. നമ്മൾ വെറുതെ ഇരുന്നാൽ മതി, കാര്യങ്ങൾ ശരിയാവും. പക്ഷെ നമ്മുടെ അബ്സല്യൂട്ട് സീറോയിലല്ല, അബ്സല്യൂട്ട് സീറോയിലാണ് പ്രകൃതി നിൽക്കുന്നതെങ്കിൽ ലോകത്തിന്റെ ഇക്കോണമി നിൽക്കും. അതാണ് ലോകത്തിന്റെ അടിസ്ഥാന വശം എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 2 മാസം ലോക്ക്ഡൌൺ ആയപ്പോഴേക്കും ലോകത്തിന്റെ ഇക്കോണമി കൂപ്പുകുത്തി താഴത്തേക്ക് വരുന്നത്. കൂപ്പുകുത്തി താഴത്തേക്ക് വരുമ്പോൾ എവിടേക്കാണ് എത്തുക? അബ്സല്യൂട്ട് സീറോയിലേക്ക്. എന്താണെങ്കിലും റീപോസ് ചെയ്താൽ, വിശ്രാന്തിയിലൂടെ പോയാൽ, ഒരു രാജ്യമോ ഒരു ശരീരമോ മനസ്സോ ഒരു വാഹനമോ ഒരു സങ്കേതമോ വിശ്രമിപ്പിച്ചാൽ അത് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും വിത്ത് മെമ്മറി. ഇതാണ് അടുത്ത് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആണോ? ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു ടൈപ്പ് ചെയ്തിട്ട്. ഞാൻ ഉത്തരം പ്രതീക്ഷിക്കുന്നു പറയുന്നത് നിങ്ങളെ എൻഗേജ് ചെയ്യിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങളും ഞാനും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. ആ ഇന്ററാക്ഷനിൽ ഇപ്പൊ എല്ലാവരുടെയും മൈക്ക് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശബ്ദമുഖരിതമാകും. അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുമെന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അടുത്തത് ഗ്രാവിറ്റേറ്റ് ചെയ്താൽ സസ്റ്റെയിൻ ചെയ്യും. ഗ്രാവിറ്റേറ്റിംഗ് വുഡ് സസ്റ്റെയിൻ. ഗ്രാവിറ്റി എന്നുള്ളത് നമുക്കറിയാം, ഗുരുത്വം. നമ്മൾ എന്തിനെ ആധാരമാക്കിയാണോ നിലകൊള്ളുന്നത് അതിനോട് ചേർന്നാണ് നമ്മൾ എപ്പോഴും നിൽക്കുക. ഭൂമിയെ ആധാരമാക്കിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെട്ടാണ് നമ്മൾ നിലനിൽക്കുക. ഇപ്പോ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ആ പെൺകുട്ടി ആ മൗണ്ടനിയറിംഗിന്റെ സമയത്ത് ചെയ്യുന്നത്. പക്ഷെ അതില് അവൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവളുടെ കയ്യോ കാലോ എവിടെങ്കിലും ഭൂമിയുടെ ഒരു ഭാഗത്തെങ്കിലും സ്പർശിച്ച് ഉറപ്പിച്ച് നിർത്താനാണ് ശ്രമിക്കുന്നത്. മലയിലേക്ക് കയറുമ്പോഴും മലയിൽ നിന്ന് ഇറങ്ങുമ്പോഴുമൊക്കെ നമുക്ക് ഒരു പുൽത്തുരുമ്പ് മതി പിടിച്ചു കയറാനോ പിടിച്ചിറങ്ങാനോ, നമ്മുടെ ബാലൻസ് പോകാതിരിക്കാൻ. ഒരു ഗ്രാവിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കാലുറപ്പിക്കാൻ പാകത്തിൽ നമ്മുടെ ആധാരത്തിലേക്ക് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ആധാരം എന്ന് പറയുന്നത് അപ്പനും അമ്മയുമാകാം, ഗുരു പരമ്പരയാകാം, നമ്മുടെ പാരമ്പര്യമാകാം. ഈ മണ്ണുമായി നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന എന്തിനോട് ചേർന്ന് നിന്നാലും അത് നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് കാരണമാകും. ഞാൻ ഇവിടെ മറ്റൊരു ചിത്രം കൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ ഒരു സന്ദർഭം ആയതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഗുരുത്വം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. ഗുരുത്വം. നാം സ്വയംഭൂവല്ല. ശരീരത്തിലും ജീവനിലും മനസ്സിലും ജ്ഞാനത്തിലും ശക്തിയിലും നാം ഓരോ പരമ്പരകളോട് ഗുരുത്വമാർഗെ കടപ്പെട്ടിരിക്കുന്നു. കായഗുരുത്വം മാതാവിനോടും, ജീവഗുരുത്വം പിതാവിനോടും, ശക്തിഗുരുത്വം മണ്ണിനോടും, ധർമ്മഗുരുത്വം കുലത്തിനോടും, ജ്ഞാനഗുരുത്വം ഗുരുവിനോടും നാം കടപ്പെട്ടിരിക്കുന്നു. ഈ കണ്ണി മുറിയുമ്പോൾ നാം സൂത്രമഴിഞ്ഞ മുത്തുപോലെയാകുന്നു. ഒളിമ്പസിന്റെ ഗുരുസ്മൃതി എന്ന് പറയുന്ന ഒരു ആഖ്യാനമുണ്ട്, അതിൽ പെടുന്നതാണിത്. അപ്പോ അതില്
കായഗുരുത്വം, ശരീരത്തിന്റെ ഗുരുത്വം, ശരീരത്തിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു അടുപ്പം എന്ന് പറയുന്നത് എപ്പോഴും മാതാവിനോടായിരിക്കും. നമ്മുടെ ജീവസ്വഭാവം, നമ്മുടെ പ്രവർത്തന സ്വഭാവം, നമ്മുടെ ഓർഗനൈസിങ് കപ്പാസിറ്റി എന്ന് പറയുന്ന സംഭവം പിതാവിനോടായിരിക്കും ഗുരുത്തപ്പെട്ട് നിൽക്കുക. പിതാവിനോട് ചേർന്ന് പിതാവിന്റെ സ്ട്രക്ചറിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. നമ്മുടെ മനോവ്യാപാരങ്ങളിൽ പിതാവിനുണ്ടാവുന്ന ഡിഫ്ലക്ഷൻ നമ്മളെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന അനക്കങ്ങൾ നമ്മളെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുക. മണ്ണിന് ശക്തി ഗുരുത്വം, നമുക്ക് ഊർജം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ചൈതന്യ ശേഷി എന്നുള്ളത് ഭൂമിയോട്, മണ്ണിനോട്, അന്നത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ധർമ്മഗുരുത്വം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ തൊട്ടുപരിമണ്ഡലമായിട്ടുള്ള കുലത്തിനോടാണ് നമ്മൾ പരമ്പരയിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് വെളിയിൽ നിന്നും ആർജിക്കുന്ന കാര്യമല്ല, നമ്മുടെ അകത്ത് ലീനമായി നിൽക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ഗുരുവിനോട്, നമ്മുടെ ധർമ്മത്തെ സൂചിപ്പിച്ചു തരുവനോട്. ഗുരു എന്നുള്ളതിനെ വെളിച്ചത്തെ നീക്കുന്ന, അല്ല ഇരുട്ടിനെ നീക്കി വെളിച്ചത്തെ കൊണ്ടുവരുന്നതിനൊക്കെയുള്ള വ്യാഖ്യാനമുണ്ട്. ഒളിമ്പസ് അത് അങ്ങനെയല്ല കരുതുന്നത്. ഗുരുത്വത്തിലൂടെ നമ്മളെ ധർമ്മത്തിലേക്ക് കടത്തിവിടുന്നവനാരോ, അതിലേക്ക് വഴികാട്ടുന്നവനാരോ അവനാണ് ഗുരു. അങ്ങനെ നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുന്നതാകണം. അപ്പൊ ഈ 5 ഗുരുത്വങ്ങളോടും ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പോസ്റ്റർ പിന്നീട് ഷെയർ ചെയ്യാം, അപ്പോൾ നമുക്കത് കാണാം. ഓക്കെ, അപ്പോ ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നത് സസ്റ്റെയിൻ ചെയ്യും. എപ്പോഴും ഗുരുത്തപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ സസ്റ്റെയിൻ ചെയ്യും. നമ്മൾ ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു വേരുകൾ ഉറപ്പിക്കുക എന്നുള്ളത്. നമ്മളെ വേരുകൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യും. വേരുകൾ ഉറപ്പിക്കാതെ മായികതയുടെ പുറകെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും അടിതെറ്റും. പണത്തിന്റെ പുറകെയാണ് നിങ്ങൾ പോയതെങ്കിൽ മണ്ണിൽ നിന്നും വിട്ടിട്ട്, മണ്ണിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത് ഉണ്ടാക്കാതെ നിങ്ങളുടെ അടിയാധാരമാകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിട്ടുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് എത്രത്തോളം പോകുന്നു അത്രത്തോളം, അതായത് മണ്ണിൽ നിന്നും എത്ര ഉയരത്തിലേക്ക് ശാഖകളിലേക്ക് പോകുന്നു ആ ശാഖകൾക്ക് ചലന സ്വാതന്ത്ര്യം ഭയങ്കര കൂടുതലായിരിക്കും. ഒരു ആൽമരത്തിന്റെ ഏറ്റവും ഉയർന്ന ചില്ലയിലുള്ള ഒരു ഇലയുടെ ചലനം ഒന്ന് ആലോചിച്ച് നോക്കുക. അതവിടെ കിടന്ന് വിറയ്ക്കും, എത്ര വേണമെങ്കിലും ആടി ഉലയും. പക്ഷെ അതിന് ഉറപ്പുണ്ടാവില്ല. നല്ലൊരു കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ അവയ്ക്കായിരിക്കും തെറിച്ചു പോകാനുള്ള പ്രവണത കൂടുതൽ, അതിനുള്ള സാധ്യത കൂടുതൽ. എപ്പോഴും ഈ നമ്മുടെ അടിവേരുകളിലേക്ക് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു, അതിനോട് എത്രത്തോളം ഗുരുത്തപ്പെട്ട് നിൽക്കുന്നു, അപ്പോൾ നമുക്ക് നിലനിൽക്കാനുള്ള സാധ്യത കൂടും എന്നുള്ളതാണ്. നിലനിൽക്കാനുള്ള സാധ്യത കൂടുന്നല്ല, നിലനിൽക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എവിടേക്ക് പോകുമ്പോഴും എത്രത്തോളം ചലനാത്മകതയിലേക്ക്, ഡൈനാമിസത്തിലേക്ക്, തിരക്കുകളിലേക്ക് പോകുമ്പോഴും നമ്മുടെ കാൽ അല്ലെങ്കിൽ നമ്മുടെ കൈ, നമ്മുടേതായ എന്തെങ്കിലും നമ്മുടെ ആധാരത്തിലേക്ക് ചേർത്തു വെച്ചിരിക്കണം, എങ്കിലേ നമുക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഈ ഗ്രാവിറ്റേറ്റിംഗ് വുഡ് സസ്റ്റെയിൻ എന്നുള്ള ഫ്രേസിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യത്തെ നിങ്ങൾക്ക് എന്തു മനസ്സിലായി, അല്ല മനസ്സിലായി എന്നല്ല, നിങ്ങൾക്കത് ബോധ്യമായോ? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ബോധ്യമായോ എന്നൊന്ന് പറയാമോ? ഞാൻ ആ സമയം കൊണ്ട് അല്പം വെള്ളം കുടിക്കാനാ. ഒരു ചോദ്യമുണ്ട്. ഉമച്ചേച്ചി കുലത്തിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യമായിട്ട് കൗണ്ട് ചെയ്തോളൂ. ഓക്കെ, എത്ര ഈസിയാണ് കാര്യങ്ങൾ. ശ്രുതിക്ക് മാത്രം മനസ്സിലായി. ഓക്കെ 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 നമ്മളിവിടെ പറയാറുണ്ട്, എന്തെങ്കിലും വർത്താനം പറയുമ്പോൾ ഒന്നും മൂളാതിരുന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. നമ്മൾ ചോദിക്കും, ഒന്ന് മൂളിക്കൂടെ? ഞാൻ പറയുമ്പോ നിങ്ങൾ നിങ്ങളുടെ ഇണകളോട് പറയണ്ടാവും, ഞാൻ പറയുമ്പോ നിനക്കൊന്ന് മൂളിക്കൂടെ എന്ന് നമ്മൾ പറയും. അതുപോലെ ഒന്ന് മൂളിക്കൂടെ, യെസ് എന്ന് പറയാമല്ലോ. ഓക്കെ, അടുത്തത് ട്രാൻസ്പാരന്റ് കറസ്പോണ്ട്. ട്രാൻസ്പാരൻസ് വുഡ് കറസ്പോണ്ട്. സുതാര്യമായത് വിനിമയം ചെയ്യും, സുതാര്യമല്ലാത്തത് വിനിമയം ചെയ്യാൻ കുറച്ച് പാടുപെടും. നുണ പറയുന്ന ഒരാൾക്ക്, നുണ പറഞ്ഞ് ശീലമുള്ള ഒരാൾക്ക് ഒരു വൈദ്യന്റെ അടുത്ത് പോയാലും വക്കീലിന്റെ അടുത്ത് പോയാലും സത്യം പറയണമെന്നൊരു നിയമമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഡോക്ടർക്കും വക്കീലിനും അയാളെ ശരിക്കും രക്ഷിക്കാൻ കഴിയില്ല. കാരണം നുണ പറഞ്ഞ് ശീലിക്കുന്ന ഒരാളുടെ ശരീരം
അതിന്റെ ഓരോ മണ്ഡലങ്ങൾക്കിടയിലും മറകൾ തീർത്തിട്ടുണ്ടാവും. വെളിയിൽ നിന്നും വരുന്ന ഒരു വസ്തു നമ്മുടെ ശരീരത്തിനകത്ത് കയറി പ്രവർത്തിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശരീരം അതിലേക്ക് മ്യൂക്കസ് ഉണ്ടാക്കുന്നത് പോലെ നമ്മളുടെ ഓരോ നുണകൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ മനസ്സ് അതിന്റെ പ്രവർത്തന ആൽഗരിതം എന്ന് പറയുന്നത് മറകൾ തീർക്കുക എന്നുള്ളതും തെറ്റായ വിവരം വെളിയിലേക്ക് കൊടുക്കുക എന്നുള്ളതായിരിക്കും. തെറ്റായ വിവരം വെളിയിലേക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റോർഷൻ എന്ന് പറയുക. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴത്തേക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളത്തിന് കലക്കമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ കൂടുതലാണെങ്കിൽ നമ്മൾ നേരെ കാണുന്നതല്ല യഥാർത്ഥ കാഴ്ചയായിരിക്കുക. അപ്പോ എപ്പോഴും ട്രാൻസ്പാരന്റ് ആയിരിക്കാൻ ശ്രമിക്കുക. ആ ട്രാൻസ്പാരൻസി എന്ന് പറയുന്നത് പ്രകൃതിയോട് ട്രാൻസ്പെറന്റ് ആവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളോട് ട്രാൻസ്പെറന്റ് ആവുക എന്നുള്ളതാണ്. നമ്മളോട് നീതി പാലിക്കുക, നമ്മുടെ ശരീരത്തിനോട് നീതി പാലിക്കുക, നമ്മുടെ ശരീരത്തോട് സുതാര്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തോട്, നമ്മുടെ അവയവങ്ങളോട്, നമ്മളോട്, നമ്മുടെ പ്രവർത്തനത്തോട്, വാക്കിനോട്, നമ്മുടെ ധർമ്മങ്ങളോട്, കർമ്മങ്ങളോട് നമ്മൾ ട്രാൻസ്പെറന്റ് ആവുക. നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവനില്ലാത്ത വസ്തുക്കളോട് ട്രാൻസ്പെറന്റ് ആവുക. ജീവനുള്ള സസ്യജാലങ്ങളോട് ട്രാൻസ്പെറന്റ് ആവുക. അങ്ങനെ ട്രാൻസ്പെറന്റ് ആയി മുന്നിൽ വരുന്ന ആളുകളോടൊക്കെ തന്നെ നമ്മൾ ട്രാൻസ്പെറന്റ് ആയി നിലകൊള്ളാൻ സാധിച്ചാൽ അത് ശരിക്കും വിനിമയം ചെയ്യും. നമ്മൾ പറയാതെ തന്നെ നമുക്ക് പറയാനുള്ളത് അവയ്ക്ക് മനസ്സിലാവും, അവർ പറയുന്നത് നമുക്കും മനസ്സിലാവും. മുൻവിധികളില്ലാതെ ഈ ക്ലാസ്സിലൂടെ കടന്നു പോകുന്നവർക്ക് ഞാൻ പറയുന്നതിന്റെ സത്ത പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയും. മുൻവിധികൾ കൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് പലതും പിടികിട്ടുക തന്നെയില്ല. മുൻവിധികൾ കൊണ്ടിരിക്കുന്നവർക്ക് പിടികിട്ടുക അവർക്ക് മനസ്സിലായതിന്റെ ഒരു വശം മാത്രമാണ്. അവർ ഇതിനു മുമ്പ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് എന്തു മനസ്സിലാക്കിയിട്ടുണ്ടോ അതിന്റെ തന്നെ ഒരു മുഖം അവർക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. എപ്പോഴും നമ്മൾ ട്രാൻസ്പെറന്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കറസ്പോണ്ടൻസ് നടക്കും, വിനിമയം നടക്കും എന്നുള്ളതാണ് ഒരു റോൾ. അടുത്തത് ഫോക്കസ് എംപവേഴ്സ് എന്നുള്ളതാണ്. ഫോക്കസ് വുഡ് എംപവർ. നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു അത് ശക്തിയാക്കപ്പെടും. നമ്മൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കുന്നു, ശരീരം ശക്തിമത്താവും. നമ്മുടെ കുഞ്ഞിന്റെ വളർച്ചയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു, കുഞ്ഞിന്റെ വളർച്ച ശക്തിയോടുകൂടിയുള്ളതാവും. നമ്മളെ കുഞ്ഞിന്റെ രോഗത്തെക്കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, കുഞ്ഞിന്റെ രോഗം ശക്തമാകും. നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു അത് ശക്തമാക്കപ്പെടും. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പലരും ഒരു പ്രശ്നം ആരെങ്കിലും കയറി അങ്ങ് പോസ്റ്റ് ചെയ്യും. കുറെ മലയാളികളെ കുറിച്ച് എനിക്ക് അറിയുള്ളൂ, മറ്റു ആളുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. മലയാളികൾ അതിന്റെ തുമ്പത്ത് കയറി പിടിക്കും. ഡൽഹിയിൽ ഒരു ബലാത്സംഗം ഉണ്ടായി. ബലാത്സംഗം ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ബലാത്സംഗത്തെ അങ്ങ് ഫോക്കസ് ചെയ്തു ഭയങ്കരമായിട്ട്. നമ്മൾ അങ്ങ് ആഘോഷിച്ചു. അതിന്റെ ഔട്ട്പുട്ട് എന്താ? അതിന് തുടർച്ചയായിട്ട് ഒട്ടേറെ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നടക്കുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ തൽക്കാലം വേണ്ട. എന്താണെങ്കിലും നമ്മൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് എംപവർ ചെയ്യപ്പെടും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നോ ഈ ലോകത്ത് നിന്നോ എന്തെങ്കിലും വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ ദയവ് ചെയ്ത് ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ട എന്നൊരു കാര്യമുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്യരുത്. അതില്ലാത്തൊരു ലോകത്തെ വിഭാവനം ചെയ്താൽ മതി, അതിൽ ഫോക്കസ് ചെയ്യൂ. ഇരുട്ട് വേണ്ടെങ്കിൽ നമ്മൾ ഇരുട്ടിനെ കോരിക്കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അവിടെ വെളിച്ചം എന്നുള്ളത് വരുമ്പോൾ ഇരുട്ട് ഇല്ലാണ്ടാവുമല്ലോ. വെളിച്ചത്തിൽ ഫോക്കസ് ചെയ്യുക, വെളിച്ചം കൊളുത്തുക, അപ്പോൾ അത് സംഭവിച്ചുകൊള്ളും. അപ്പോ നമ്മൾ എന്തിനെയാണോ ഫോക്കസ് ചെയ്യുന്നത് അത് പവർ ചെയ്യപ്പെടും. അതിന് പകരം നമുക്ക് അതില്ലാത്തൊരു ലോകത്തെ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി, അത് എംപവർ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഈ നിയമം, ഈ റൂള് പറയുന്നത്. അടുത്തതാണ് അറ്റൻഡഡ് വുഡ് ബി അറ്റൻഡിങ് എന്നുള്ളത്. എന്താണോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അത് നിങ്ങളെ അറ്റൻഡ് ചെയ്യും. നിങ്ങൾ ഒരു കാര്യത്തെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾ ദാരിദ്ര്യത്തെ ശ്രദ്ധിച്ചാൽ ദാരിദ്ര്യം നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾ സമ്പന്നതയെ ശ്രദ്ധിച്ചാൽ അത് സമ്പന്നത നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾ പ്രാണനെ ശ്രദ്ധിച്ചാൽ പ്രാണൻ നിങ്ങളെ ശ്രദ്ധിക്കും. നമ്മൾ ഇതിന്റെ പാരമ്യമാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പ്രാണനെ ശ്രദ്ധിച്ചാൽ, പ്രാണൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഡൈനാമിസത്തിന്റെ ലോക്കൽ ആക്ടിവിറ്റിയാണ്, ലോക്കൽ ഡൈനാമിസമാണ് പ്രാണൻ എന്ന് പറയുന്നത്. നിങ്ങൾ പ്രാണനെ ശ്രദ്ധിക്കുന്നു,
പ്രാണൻ എന്ന് വെച്ചാൽ എന്താ? യൂണിവേഴ്സൽ ഡൈനാമിസം. നിങ്ങളുടെ അകത്തേക്ക് പോകുമ്പോൾ അത് ലോക്കൽ ഡൈനാമിസം, അത് പുറത്തേക്ക് പോകുമ്പോൾ അത് യൂണിവേഴ്സൽ ഡൈനാമിസം. ആ യൂണിവേഴ്സൽ ഡൈനാമിസത്തിന്റെ ആ ഒരു ആക്ടിവിറ്റിയെ നിങ്ങൾ ശ്രദ്ധിക്കുന്നു എന്നിരിക്കട്ടെ, പ്രാണനെ നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് വരുന്ന എല്ലാ എന്താ പറയുക ഡിസ്റ്റർബൻസിനെയും, അൺക്ലിയർ ആയിട്ടുള്ള അവസ്ഥകളെയും, ലോജിക്കൽ ആയിട്ടുള്ള അവസ്ഥയെയും, നിങ്ങൾക്ക് വരുന്ന എല്ലാ ട്രബിൾസിനെയും ഈ പ്രാണൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുകയും അതിനെ എന്താ പറയുക എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ എന്തിനെ ശ്രദ്ധിക്കുന്നു അത് നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾ ആരോഗ്യക്കുറവിനെ ശ്രദ്ധിച്ചാൽ ആരോഗ്യക്കുറവ് നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾ ആരോഗ്യത്തെ ശ്രദ്ധിച്ചാൽ അത് ആരോഗ്യം നിങ്ങളെ ശ്രദ്ധിക്കും. ആരോഗ്യം നിങ്ങളെ ശ്രദ്ധിച്ചു, നിങ്ങൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കുമ്പോൾ ആരോഗ്യം നിങ്ങൾക്ക് കിട്ടും എന്നല്ല ഞാൻ പറഞ്ഞത്. ആരോഗ്യം നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ആരോഗ്യം നിങ്ങൾക്ക് കൊണ്ടുതരും. പ്രാണനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പ്രാണൻ നിങ്ങൾക്ക് അത് കൊണ്ടുതരും. നിങ്ങൾ ദുഃഖത്തെയാണ് ശ്രദ്ധിക്കുകയെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, കാരണം ആ പെയിൻ ബോഡി ഉണ്ടല്ലോ, പെയിൻ ബോഡി കൊണ്ട് അട്രാക്ട് ചെയ്യുന്ന സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾ എന്താണോ സീക്ക് ചെയ്യുന്നത് അത് കൊണ്ടുതരും. അപ്പോ നിങ്ങൾ എന്തിനെ അറ്റൻഡ് ചെയ്യുന്നു അതാണ് അത് നിങ്ങളെ അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ് ഈ നിയമം പറയുന്നത്. അടുത്ത റൂള് പറയുന്നത് എന്താണ്? ഇൻറ്റ്യൂഷൻ വുഡ് ടേക്ക് യു ടു ഡെസ്റ്റിനി. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഉൾവിളി, ഉൾക്കാഴ്ച, വെളിപാട് എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഉള്ളിൽ നിന്നുണ്ടാവുന്ന ദർശനം. ഈ ദർശനം എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്, എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്? നിയതമായ നിങ്ങളുടെ ഉദ്ദേശ്യമുണ്ടല്ലോ, നിയതമായി നിങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട്. പ്രകൃതി നിങ്ങളെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനും അവിടേക്ക് എത്താനുമാണ്. അവിടേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഇൻറ്റ്യൂഷനെയാണ്, ഒരു എക്സ്റ്റേണൽ ലെസനെ അല്ല, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ലോജിക്കിനെ അല്ല, ഒരു എക്സ്റ്റേണൽ ഗൈഡ് ലൈനിനെ അല്ല. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഈ പാഠങ്ങളിലൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എന്നെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ എത്താൻ കഴിയില്ല. എന്നെയല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗുരുക്കന്മാരെ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫെസിലിറ്റേറ്റേഴ്സിനെ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ റിലൈ ചെയ്യേണ്ടത്, നിങ്ങൾ ആശ്രയിക്കേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയാണ്, നിങ്ങളുടെ ഉൾവിളികളെയാണ്, അവബോധത്തെയാണ്. നിങ്ങളുടെ അവബോധത്തെ ശ്രദ്ധിക്കാൻ കഴിയുന്നിടത്തോളം കാലം നിങ്ങളെ പതിയെ നിങ്ങളുടെ വഴിയിലേക്ക് തന്നെ അത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മുടെ അകത്തുള്ള ഉൾവിളികളെ റിലേ ചെയ്യുക, അത് നിങ്ങളെ ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ നിയമത്തിലൂടെ പറയാനുള്ളത്. അപ്പോ ഇത്രയുമാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായോ? ഇനി ഇതിനകത്തുള്ള സംശയങ്ങൾ ചോദിക്കാം. എങ്കിലും ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? കൃഷ്ണപ്രസാദ് പറഞ്ഞത് എനിക്ക് ഇഷ്ടമായി. ഒന്ന് മുള്ളിക്കൂടെ. ഈ സെഷൻ കഴിഞ്ഞിട്ട് മുള്ളിയാ മതി കൃഷ്ണപ്രസാദ്. ഹലോ, പൊന്നി എവിടെ ഉണ്ടോ? ഉണ്ട്. ഞാൻ എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ. ഒന്നുകൂടെ ബ്രീഫായി പറയാമോ? ഓക്കെ. ഞാൻ അത് ആദ്യം ചെയ്യാം. അയ്യോ, അത് പോയാ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഉള്ളിൽ അബൻഡന്റ് ആയി നിൽക്കുന്നത് നമ്മൾ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൽ സമൃദ്ധമായി നിൽക്കുന്നതിനെ നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കും. സമ്പന്നതയാണെങ്കിൽ സമ്പന്നത, ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യം, ആരോഗ്യമാണെങ്കിൽ ആരോഗ്യം, സന്തോഷമാണെങ്കിൽ സന്തോഷം, രോഗമാണെങ്കിൽ രോഗം. നമ്മളെ ഉള്ളിൽ എന്താണോ ഏറ്റവും കൂടുതൽ കരുതി വെക്കുന്നത് അതിനെ നമ്മൾ അട്രാക്ട് ചെയ്യും. അത് ശാരീരികമായിട്ടാകാം, മാനസികമായിട്ടാകാം.
നമ്മളിങ്ങനെ കരുതുന്നതിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ നമ്മൾ എന്താണോ ഇച്ഛിക്കുന്നത്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഇത് ഭയം കൊണ്ട് ഉദ്ദേശിക്കുന്നു. നമ്മൾ ഭയം കൊണ്ട് ഒരു കാര്യത്തെ നമ്മൾ പ്രത്യാശയോടെ ഇരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും കൊറോണ വരും, കോവിഡ് വരും, കോവിഡ് വരും, കോവിഡ് വരും എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ ക്രിയേറ്റഡ് ആവും. അത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും. അതിനാണ് ഈ എന്താ പറയുക, ഫിയർ ഗെയിം എന്ന് പറയുന്ന സംഭവത്തിലൂടെ നമ്മളെ കടത്തിവിട്ടത്. നമ്മളെ ഇന്റന്റ് ചെയ്യിപ്പിക്കുക, നമ്മളെ നിരന്തരമായി അതിലൂടെ കൊണ്ടുപോകുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ ലോജിസൈസ് ചെയ്യുന്നത് ഡീവിയേറ്റ് ചെയ്യും. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കൊണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായി നമ്മുടെ ഒഴുക്കിൽ നിന്നും വേർതിരിക്കും. ഈ ബുദ്ധി എന്നുള്ളത് വിവേചനത്തിന് വേണ്ടിയാണ്. നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ മുൻപിലേക്ക് വരുമ്പോൾ അവ എന്ത് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള, കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നമ്മളുള്ള മുന്നോട്ട് പോക്കില് ചെറിയ രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് അതായിരിക്കണം. അതിന്റെ അപ്പുറത്ത് ലോജിക്കിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഉറപ്പായും വഴിമാറ്റിയിരിക്കും. ലോജിക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ ലോജിക്കിനെ മിതമായ അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് രസകരമായി സുഖകരമായി കൊണ്ടുപോകാൻ പറ്റും. അതേസമയം ലോജിക്കിനെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ വഴിതിരിച്ച് കൊണ്ടുപോകും. അത് നമ്മുടെ സ്വാഭാവിക ധർമ്മത്തിൽ നിന്നും വഴിതിരിച്ചിരിക്കും. അടുത്തത് അൺക്ലിയർ ആയിട്ടുള്ളതെല്ലാം അജിറ്റേറ്റ് ചെയ്യും. വ്യക്തമല്ലാത്തതെല്ലാം തന്നെ നമ്മളെ പ്രക്ഷുബ്ധമാക്കും, നമ്മുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കും, നമ്മുടെ വഴികളെ താറുമാറാക്കും. അപ്പോൾ ക്ലിയർ ആയിരിക്കുന്നത് ആണ് നമുക്ക് വഴി തെളിയിച്ചു തരിക, നമ്മളെ സുഖകരമായി മുൻപോട്ട് കൊണ്ടുപോവുക. റീപോസ് ചെയ്യുന്നത് റിസൈൽ ചെയ്യും. വിശ്രാന്തിയിൽ നമ്മൾ എത്തുമ്പോൾ, ഏത് വ്യവസ്ഥയും വിശ്രാന്തിയിലേക്ക് എത്തുമ്പോൾ ആ വിശ്രാന്തി എന്നുള്ളത് നമ്മളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും, ശുചീകരിച്ച് കൊണ്ടുവരും, ശമനത്തിലേക്ക് കൊണ്ടുവരും, ഹീൽ ചെയ്യും. നമ്മൾ വിശ്രമിച്ചാൽ മതി. മനസ്സിനാണെങ്കിൽ മനസ്സിന് വിശ്രമം കൊടുക്കുക, ശരീരത്തിനാണെങ്കിൽ ശരീരത്തിന് വിശ്രമം കൊടുക്കുക, ജീവിതത്തിനാണെങ്കിൽ അതിന് വിശ്രമം കൊടുക്കുക. ഇതിനെ സമഗ്രമായി കണ്ടിട്ട് ഇതിനെല്ലാത്തിനും കൂടിയുള്ള ഒരു വിശ്രമമായിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ, നമ്മുടെ ശരീരത്തെ അതിന്റെ ഏറ്റവും ശുഭകരമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അത് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കും. പൂർവ്വസ്ഥിതി എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു. അതിനുശേഷം നമ്മൾ ഓരോ ഡൈനാമിസത്തിലേക്ക് വരുന്നതാണ് ജനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ഓരോ ചലനവും. അപ്പൊ നമ്മളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വിശ്രാന്തിക്ക് കഴിയും. വിശ്രാന്തി എന്ന് പറയുന്നത് ഉപവാസം വിശ്രാന്തിയാണ്, ധ്യാനം വിശ്രാന്തിയാണ്, മൗനം വിശ്രാന്തിയാണ്. മറ്റു ജോലികൾക്കൊന്നും പോകാതെ, മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ശാന്തമായി ഒരിടത്ത് വിശ്രമിക്കുക, ബെഡ് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നതെല്ലാം വിശ്രാന്തികളാണ്. ധ്യാനിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക വിശ്രാന്തിയാണ്. വിശ്രാന്തിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നതെല്ലാം സസ്റ്റെയിൻ ചെയ്യും. നമ്മൾ എന്തിനോട് ഗുരുത്തപ്പെട്ട് നിൽക്കുന്നോ അത് നിലനിൽക്കും. ഗുരുത്തപ്പെടാതെ നിൽക്കുന്നത് നൂലഴിഞ്ഞ പട്ടം പോലെ ഗതി കിട്ടാതെ എങ്ങോട്ടെങ്കിലുമൊക്കെ ആയി പോകും. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് കറസ്പോണ്ട് ചെയ്യും. സുതാര്യമാണെങ്കിൽ മാത്രമാണ് വിനിമയം ചെയ്യപ്പെടുക. സുതാര്യമല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ബ്ലോക്കുകൾ ഉണ്ടാവും, തടസ്സങ്ങൾ ഉണ്ടാവും, വിനിമയം ചെയ്യപ്പെടില്ല. നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് പ്രകൃതിക്ക് മനസ്സിലാവില്ല. എന്റെ ആവശ്യങ്ങൾ, എന്റെ ശാരീരികമായിട്ടുള്ള, എന്റെ ഇന്റേണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോക്കസ് ആകുന്നത് എംപവർ ചെയ്യപ്പെടും. ഫോക്കസ് വുഡ് എംപവർ. നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു അത് ബലം, ശക്തി ഉള്ളതാക്കപ്പെടും, അത് ശക്തമാക്കപ്പെടും. നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു അത്, സന്തോഷത്തെ ആണെങ്കിൽ അത്, സമ്പന്നതയാണെങ്കിൽ അത്, സമഗ്രമായുള്ള ജീവിത വ്യവസ്ഥയാണെങ്കിൽ അത്, നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു അത് ശക്തമാക്കപ്പെടും. നമ്മൾ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യുമ്പോൾ അത് ശക്തമാക്കപ്പെടും. അടുത്തത് അറ്റൻഡഡ് വുഡ് കോസ് അറ്റൻഡിങ്. അറ്റൻഡൻസ് വുഡ് കോസ് അറ്റൻഡിങ്. നിങ്ങൾ എന്തിനെ അറ്റൻഡ് ചെയ്യുന്നു അത് നിങ്ങളെ അറ്റൻഡ് ചെയ്യും. നിങ്ങൾ ഒന്നിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്നിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ശ്രദ്ധിക്കും. നമ്മൾ എന്തിനെ ശ്രദ്ധിക്കുന്നു അത് നമ്മളെ ശ്രദ്ധിക്കും. ഓക്കെ. അടുത്തത് ഇൻറ്റ്യൂട്ട് ചെയ്യുന്നത് ഡെസ്റ്റൈൻ ചെയ്യും. നമുക്ക് എന്താണോ ഇൻറ്റ്യൂഷനായിട്ട്, ഉൾവിളിയായിട്ട് വരുന്നത് അതിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും. നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ജീവിത ഉദ്ദേശ്യത്തിലേക്ക് നമ്മുടെ വെളിപാടുകളാണ്, നമ്മുടെ ഉൾക്കാഴ്ചകളാണ് സഹായിക്കുക. ഇത്രയുമാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, ഇനി ചോദ്യങ്ങളിലേക്ക് പോകാം.
ആദ്യത്തെ ചോദ്യം ബഷീറേട്ടന്റെയാണ്. ആ. ലോജിക്കൽ ഉമച്ചേച്ചി അതിനു മുമ്പ് ഉമച്ചേച്ചി ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ ആദ്യമായിട്ട്. അല്ല, അതിന് ശേഷം അല്ലേ ചേച്ചി ചോദിച്ചത്? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ലോജിക്കൽ ആയതുകൊണ്ടാണ് കൂടുതൽ ക്ലാരിറ്റി തേടിപ്പോയത്. അപ്പോ പറഞ്ഞ എന്തോ ഒരു കാര്യത്തെ വെച്ചാണ് തോന്നുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, നമ്മുടെ ഉള്ളിൽ വരുന്ന ലോജിക്ക് ഞാൻ തോമസ് ചേട്ടനോട് ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ, അതിലതുണ്ട്. അദ്ദേഹം 50% ക്ലാരിറ്റിയാണ് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആ 50% ക്ലാരിറ്റി എന്നുള്ളത് അത് സീക്കർക്ക് വരുന്ന ഒരു കാര്യമാണ്. സീക്കർക്ക് എപ്പോഴും ലോജിക്ക് ഉണ്ട്. ആ ലോജിക്ക് കൊണ്ടാണ് ക്ലാരിറ്റി തേടി പോകുന്നത്. പക്ഷെ അത് എവിടെ വരെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സൈസ് റൈറ്റ്നസ് വരെ, അയാൾക്ക് റിയലൈസേഷൻ ഉണ്ടാകുന്നത് വരെയാണ് അയാൾ സീക്ക് ചെയ്യുക. അപ്പോൾ അതുവരെ പോകാൻ ഒരു ഉൾപ്രേരകം ആവശ്യമാണ്. അവിടെ യുക്തി അത്തരം ഒരു ഉൾപ്രേരകമായിട്ടാണ് നിൽക്കുക. അപ്പോൾ ലോജിക്കൽ ആകുമ്പോൾ നമ്മൾ കൂടുതൽ ക്ലാരിറ്റി തേടി പോകും. പക്ഷെ ലോജിക്കലായിട്ട് മാത്രം പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ക്ലാരിറ്റി കംപ്ലീറ്റ് ആവില്ല. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം നമുക്ക് ലോജിക് എന്നുള്ളത് ഇപ്പൊ ഈ ബാലൻസ്ഡ് ആയിട്ടുള്ള, നമ്മൾ ഇന്നലെ സംസാരിച്ചതിലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഗ്രാഫിൽ ഇങ്ങനെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ലോജിക്കും ഉണ്ടാവും, റിഥവും ഉണ്ടാവും. ലോജിക്ക് ഹൈ എൻഡ് ആയിരിക്കില്ല. ലോജിക്ക് എത്രത്തോളം കൂടുന്നു അതനുസരിച്ച് റിഥം അതിനെ ബാലൻസ് ചെയ്തുകൊണ്ടേ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എപ്പോഴും ക്ലാരിറ്റി വരുന്നത് വരെ തേടിപ്പോവും. ക്ലാരിറ്റിയുടെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തേടേണ്ടതില്ല, ഉത്തരം അവിടെ ഉണ്ടാകും. എന്റെ അനുഭവം അതാണ്. നമ്മളൊരു പ്രത്യേക ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേടിപ്പോകേണ്ട കാര്യമില്ല. ഉത്തരം തെളിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ചോദ്യങ്ങൾ ഉണ്ടാവില്ല, ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ മുന്നിലേക്ക് ഏത് ചോദ്യം എത്തിയാലും അതിനുള്ള ഉത്തരം തനിയെ വെളിപ്പെടും എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ലോക ക്രിയയുടെ കാര്യത്തിലാണ് ഞാനിത് പറഞ്ഞത്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാര്യയുടെ മരുമകളുടെ പേരെന്താണെന്നൊന്നും ചോദിക്കരുത്. അത്തരം കാര്യങ്ങൾക്കൊന്നും ഉത്തരം കിട്ടൂല. അത് ഡേറ്റയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോയി. ഈ ചോദ്യത്തിന് ഉത്തരം തൃപ്തികരമായോ മാഷെ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം ഉമച്ചേച്ചിയുടേതാണ്. കുലത്തിൽ എന്തൊക്കെ ഉൾപ്പെടും? കുലം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബം, കൂട്ടുകുടുംബം, അത് തറവാട്, ഗോത്രം. ഈ ഗോത്രം ആണ് നമ്മുടെ ഇപ്പോഴത്തെ കുലം എന്നുള്ള രൂപത്തിലേക്ക് വരുന്നത്. ഓരോ ഗോത്രവും ഒരു പ്രദേശത്തെ ഒരു ഇക്കോളജിയിലെ ഒരു മനുഷ്യവാസ സംവിധാനമാണ്. ഒരു ഇക്കോളജിയിലെ മനുഷ്യവാസ സംവിധാനം അല്ലെങ്കിൽ ജൈവരാശിയുടെ അല്ലെങ്കിൽ ആ ജീവിവർഗത്തിന്റെ ആ പ്രദേശത്തെ ആ ഒരു ധർമ്മം നിർവഹിക്കാനുള്ള ആ ഒരു ജീവകുലത്തിന്റെ അപ്പോയിന്റഡ് സ്റ്റേറ്റ് ആണ് ഒരു ഗോത്രം എന്ന് പറയുന്നത്. അത് മനുഷ്യരാശിയിലാണെങ്കിൽ ശരി, വേറെ ജീവരാശിയിലാണെങ്കിലും ശരി, അവിടെ ആ ഒരു സ്പീഷീസിന്റെ അവിടുത്തെ കാര്യങ്ങളാണ് വരുന്നത്. ആ കുലവുമായി ബന്ധപ്പെട്ട്, അതിനെയാണ് കുലം എന്ന് പറയുന്നത്. ഗോത്രം എന്ന് പറയുന്നത് അതിനെയാണ്. ആ കുലവുമായി ബന്ധപ്പെട്ടതായിരിക്കും അവന്റെ ധർമ്മം എന്നുള്ളത് ഉണ്ടാവുക. ജാതി വ്യവസ്ഥയ്ക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എതിർക്കാറുണ്ട്. പക്ഷെ ജാതി വ്യവസ്ഥയുടെ ഒറിജിൻ തപ്പിപ്പോവാണെങ്കിൽ ഈ കുലവുമായിട്ട് അതിന്റെ ആ ഗോത്രവുമായി ബന്ധപ്പെട്ടതായിരിക്കും അവന്റെ ധർമ്മം ഉണ്ടാവുക. ആ ധർമ്മത്തിൽ നിന്നും അവൻ എത്രത്തോളം മാറുന്നോ അത്രത്തോളം അവന് ക്ലാരിറ്റി ഉണ്ടാവില്ല, അത്രത്തോളം അവന് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവില്ല, അത്രത്തോളം അവന് എന്താ പറയാ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. കാരണം അവൻ വേറൊരു ലോജിക്കിലാണ് ജീവിക്കുന്നത്. അപ്പോ ഈ ഒരു ഗോത്രം എന്ന് പറയുന്നത് അതിന്റെ ആ ഒറിജിനൽ ആ സ്പീഷീസിന്റെ ആ ഗോത്രം എന്താണോ അതിന്റെ ഒരു ഏരിയ, അത് ഭൂപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഫാമിലി എന്നൊക്കെ പറയില്ലേ, ആ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ജൈവ ഘടനയുമായി ബന്ധപ്പെട്ടതാണ്, കാലഘട്ടത്തിനനുസരിച്ച് ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള കുറച്ച് എലമെന്റുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കുലത്തെ നമുക്ക് കണക്കാക്കാൻ കഴിയുക. എന്താണെങ്കിലും അത് ഗോത്രം എന്നുള്ള ഒരു എലമെന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലാരിറ്റി വന്നോ ചേച്ചി? ചേച്ചിയുടെ ചോദ്യത്തിനുള്ള ബേസിക് ഉത്തരമായോ? ചേച്ചി ചേച്ചി ഇങ്ങോട്ട് പോയി, അപ്പോഴേ ഫോൺ എടുത്തോണ്ട് നടക്കുന്നത് കണ്ടു. ഇല്ല, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ.
അടുത്ത ചോദ്യം ബിബിൻ ആണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ ചോദ്യം എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ആ തരം നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യും എന്നാണ്. ബിബിൻ ഒന്ന് വിശദീകരിക്കാമോ? നമ്മളെ ആധാരല്ലേ ഗ്രാവിറ്റേറ്റ്. ആധാരം. ഓക്കെ. ആധാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ പഞ്ചഗുരുത്വങ്ങൾ എന്ന് പറഞ്ഞില്ലേ, ഈ പഞ്ചഗുരുത്വങ്ങളെ ആധാരമാക്കിയാൽ മതി. പഞ്ചഗുരുത്വങ്ങൾ എന്ന് പറയുമ്പോ നമ്മുടെ മാതാവ്, പിതാവ്, ഭൂമി, കുലം, ഗുരു. ഗുരു എന്ന് പറയുമ്പോൾ ഒരു പരമ്പരയാണിത്. ഈ പറഞ്ഞതെല്ലാം തന്നെ പരമ്പരകളാണ്. ഭൂമി അടക്കം അതിന്റെ ഒരു പരമ്പരയുണ്ട്. ഭൂമിയുടെ ഒരു ക്രോണോളജിക്കൽ ഡെവലപ്മെന്റിന്റെ ഒരു പരമ്പരയുണ്ടല്ലോ അത്. അപ്പോ മറ്റേ അവയെ ഇത് എന്താ വെച്ചാല് പ്രകൃതി നമ്മളെ രൂപകൽപ്പന ചെയ്യുമ്പോ തന്നെ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള അമ്മയെ നമുക്ക് മാറ്റാൻ കഴിയില്ല, അച്ഛനെ മാറ്റാൻ കഴിയില്ല. നമ്മൾ പെറ്റു വീണ ഇടം, നമ്മുടെ ഒറിജിൻ എന്ന് വെച്ചാൽ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ദേശവും ഒക്കെ ആയിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്പേസ് അൺഅഡൾട്ടറേറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് ഗോത്രവർഗ്ഗങ്ങളെല്ലാം ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ ഒരു ഭൂഖണ്ഡത്തിലെ ഒരാള് വേറൊരു ഭൂഖണ്ഡത്തിലെ ഒരു ഇണയെ കണ്ടെത്തി അവർക്കൊരു കുഞ്ഞുണ്ടാവുകയും ഈ കുഞ്ഞിന്റെ ഒറിജിൻ എവിടെയായിരിക്കും? കോൺഫ്ലിക്റ്റിംഗ് ആയിരിക്കും അവരുടെ അവസ്ഥ. അപ്പൊ അവിടെ നമ്മൾ കണക്കാക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ കുഞ്ഞ് ജനിച്ചു വളർന്ന സ്ഥലം എന്തോ അവിടുത്തെ ആ പ്രദേശത്തെ ആ ഭൂപ്രദേശത്തെ അവന്റെ ഇക്കോളജിക്ക് അനുസരിച്ചാണ്. ഇവിടെ അവനൊരു സിറ്റിയിലാണ് ജീവിച്ചെങ്കിൽ അവിടെ അവന് കാണാവുന്നത് അങ്ങനെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഇക്കോളജിയാണ്. ആ ഇക്കോളജി ആയിരിക്കും അവന്റെ ധർമ്മത്തെ തീരുമാനിക്കുക. അവന് ഈ ബേസിക് റൂട്ടുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോ അവന് ഒരു ശരാശരി വ്യക്തി ആധാരമാക്കേണ്ടത് അവന്റെ മാതാവ്, പിതാവ്, ഈ പറയുന്ന പഞ്ചഗുരുത്വങ്ങളുമായിട്ടാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല, അത് ബൈ ബർത്ത് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ അതിനെ കണ്ടെത്താൻ വേണ്ടത് ഈ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ഇപ്പൊ അമ്മയെ നമുക്ക് റീഡിഫൈൻ ചെയ്യാൻ പറ്റില്ല, അച്ഛനെ നമുക്ക് ഒന്ന് റീസെലക്ട് ചെയ്യാൻ പറ്റില്ല, ഭൂമിയെ അത് ഇങ്ങനെയാണ്, നമ്മൾ എവിടെയാണുള്ളത് അവിടെ എന്നുള്ളത് എടുക്കാം. പിന്നെ കുലം എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പോവുക തന്നെ വേണം. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള എന്താണ്, നമ്മുടെ കുലത്തൊഴിൽ എന്താണ്, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, നമ്മുടെ പരമ്പരയായിട്ട് നമ്മൾ ചെയ്തു വന്നിട്ടുള്ള ധർമ്മം എന്താണ്, എന്നിൽ അസൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കുക തന്നെ വേണം. കുറച്ച് പണിയുള്ളതാണിത്. അടുത്തതാണ് ഗുരു എന്നുള്ളത്, നമുക്ക് ജ്ഞാനം എന്നുള്ളത്. ആരാണ് ഗുരു? നമുക്ക് വഴി കാണിച്ചു തരുന്നവൻ. വഴി കാണിച്ചു തരുന്ന വെച്ചാൽ നമ്മുടെ ജീവിതധർമ്മം എന്തെന്നും അതെങ്ങനെ കണ്ടെത്താമെന്നും കാണിച്ചു തരുന്നവനാണ് ഗുരു. ആ ഗുരുവാണ് നമുക്ക് ആധാരമാവുക. അപ്പോ ഈ പഞ്ചഗുരുത്വങ്ങളോട് ചേർന്ന് നിൽക്കണം. ഇത് നമ്മുടെ സെലക്ഷൻ അല്ല, ഒരിക്കലും നമുക്ക് അതിനൊരു ചോയ്സ് ഇല്ല. അത് കണ്ടെത്താൻ വേണ്ടി നമ്മളൊന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ അതെന്തോ അത് പ്രത്യക്ഷമാകുമെന്നുള്ളതാണ്. നമ്മുടെ മുന്നിലേക്ക് അത് സ്വയം പ്രത്യക്ഷമാകും. അല്ലാതെ നമുക്ക് പോയി ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന പോലെ നമ്മുടെ മുന്നിലേക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കണ്ണ് തുറക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നോ അത്രത്തോളം അത് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഓക്കെ, ഉത്തരം ക്ലിയർ ആണോ ബിബിൻ? ഞാൻ എന്തിനെ ആധാരമാക്കിയാലാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംഭവം മനസ്സിലായി. ആധാരം എന്നുള്ള സംഭവം എനിക്ക് കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്ന കുഴപ്പമില്ല. അല്ല ആ ക്ലാരിറ്റി വന്നിട്ടില്ലെങ്കിൽ അത് പറയൂ ഒന്നുകൂടെ പറയൂ. അല്ല, നമ്മള് ഈ പഞ്ചഭൂതങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ നമ്മള് ഒന്നിനെ ഗ്രാവിറ്റേറ്റ് ചെയ്താലാണ് നമ്മൾ നിലനിൽക്കുമെന്ന് പറഞ്ഞില്ലേ. അതപ്പൊ എന്തിനു നമ്മള് ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ നമ്മൾ പ്രത്യേകം അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുകയല്ല വേണ്ടത്. പകരം നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ മുന്നിൽ ഈ വക കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഇപ്പൊ ശരീരത്തെ കുറിച്ച് മറ്റേ ഡോക്ടർ പറഞ്ഞു, മറ്റേ നടൻ പറഞ്ഞു എന്നുള്ളതിനേക്കാളും കൂടുതൽ അമ്മ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ. അമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അമ്മ നമുക്ക് തന്ന ശരീരത്തിന്റെ ഗുണങ്ങളുണ്ട്. അതിനോട് ചേർന്ന് നിന്നാൽ മതി. അതായത് നമ്മുടെ മുകളിലേക്ക് നമ്മൾ വെളിയിൽ നിന്നും അക്യൂർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എടുത്തണിയുന്നതിന് പകരം നമ്മൾ അവയെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള അവസ്ഥയെ ഇൻട്രോസ്പെക്ട് ചെയ്താൽ മതി, സ്വച്ഛിന്തനം ചെയ്താൽ മതി. അങ്ങനെ അത് ശരീരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മളെ ജീവന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ശക്തിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, പിന്നെ എന്താ പറയാ, ധർമ്മത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജ്ഞാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും വെളിയിൽ നിന്നും നമ്മൾ എടുത്തണിയുന്നത് എന്തോ അതിനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഒറിജിൻ എന്ത് എന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതി.
ഓക്കെ, സന്തോഷം, ക്ലിയർ ആയിരിക്കും. ഓക്കെ, എനിക്ക് വേണ്ടി ഒരു ഉത്തരം പറയരുത് കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ലെന്ന് പറയാം. നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇത് ചർച്ച ചെയ്യാം. എന്നാൽ പോലും മനസ്സിലായില്ലെങ്കിൽ എന്നോട് അങ്ങനെ തന്നെ പറയണം, മനസ്സിലായില്ല എന്ന്. കാരണം എന്റെ വ്യാഖ്യാനത്തിന് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യാൻ പറ്റണമെന്നോ എന്റെ ഇപ്പോഴത്തെ മൂഡ് അനുസരിച്ച് മാത്രമേ എനിക്ക് അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോ ചിലപ്പോൾ ക്ലാരിറ്റി വന്നിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും മെച്ചപ്പെടുത്തി എടുക്കാൻ ശ്രമിക്കാം. ചിലപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് പിന്നൊരിക്കലായിരിക്കാം, അല്ലെങ്കിൽ പിന്നൊരു സ്പേസിലായിരിക്കാം. പക്ഷെ അത് നമുക്ക് ഉത്തരം കണ്ടെത്താം കേട്ടോ. അടുത്ത ചോദ്യം വായിക്കട്ടെ. ഒന്ന് മുള്ളിക്കൂടെ എന്നല്ലേ? അതല്ല, അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്, ഇഷ്ടമായിരുന്നു. ട്രാൻസ്പെറന്റ് ആകുക എന്നത് പറയുമ്പോൾ ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്നത് പാടില്ല എന്ന അർത്ഥമുണ്ട്. ഈ ഫേക്ക്, നമ്മളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് അതിനകത്തുള്ള മറ്റേ മെന്റൽ പാരഡൈം എന്ന് പറയുന്ന സ്റ്റേറ്റ്, മെന്റൽ ഇമേജ്, സബ് കോൺഷ്യസ് ഇമേജ് എന്ന് പറയുന്നതാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് മുമ്പിലേക്ക് വരിക. അങ്ങനെ അതൊന്ന് ആദ്യം തൊട്ട് പറയൂ. ഇതിപ്പോ ഡിസ്കണക്ട് ആയിട്ട് ഇപ്പൊ കണക്ട് ആയതേ ഉള്ളൂ. ഓക്കെ. നമ്മൾ ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ പ്രാക്ടീസിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉപബോധ ചിത്രം എന്തോ, നമ്മുടെ മെന്റൽ പാരഡൈം എന്തോ, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പോ ഉപബോധ മനസ്സിലേക്ക് നമ്മളൊരു അല്ലെങ്കിൽ ഉപബോധ മനസ്സിന്റെ ആ മനോചിത്രം ഉണ്ടാകുന്നത് 3 മാസം മുതൽ ജനന സമയം വരെയും, ജനിച്ചതിന് ശേഷമുള്ള 6 മണിക്കൂറും അതിനുശേഷം 8 വയസ്സ് വരെയുള്ള സമയവും, ഈ 3 സ്റ്റേജുകളിലൂടെയാണ് ഇവ ഉണ്ടാകുന്നത്. അപ്പോ അന്ന് ഫിക്സ്ഡ് ആയ സംഭവമാണ് ജീവിതാനുഭവം ആയിട്ട് പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം. ഉള്ളിലേക്ക് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ പാരഡൈമിന്റെ മുകളിലേക്ക് ഒരു വെച്ചുകെട്ടൽ കൂടെ വെച്ചുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അങ്ങനെ വെച്ചുകെട്ടൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അഫേം ചെയ്യുന്നത് വെച്ചാൽ വാചകങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മൾ അഫേം ചെയ്യാൻ പറ്റുക. നമ്മുടെ വേഷഭൂഷാദികൾ കൊണ്ട്, നമ്മുടെ നടപ്പ് കൊണ്ട്, നമ്മുടെ ജീവിത ചര്യകൾ കൊണ്ട്, നമ്മുടെ എക്സ്പ്രഷൻ കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും, നമ്മുടെ വാക്കുകൾ കൊണ്ടൊക്കെ. ഉള്ളിലുള്ള പാരഡൈം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടെന്തായിരുന്നു അനുഭവിച്ചത് അതിനനുസരിച്ചുള്ള ചിത്രം. അത് അബ്സല്യൂട്ട് അല്ല, മനസ്സിലാക്കണം. അത് അബ്സല്യൂട്ട് അല്ല, അത് 0 ആണ്. നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്. നമ്മൾ മറ്റൊരു താൽക്കാലിക അവസ്ഥയെ, മറ്റൊരു 0യെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഫേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സിൽ കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഉപബോധത്തിൽ ചെറിയ കാലത്ത് കയറി നമ്മളെ ഒരു ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കിയതിനെയാണ് നമ്മൾ ഫേക്ക് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ട്രാൻസ്പെറന്റ് ആവുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫേക്ക് ചെയ്യാതെ തന്നെ ഇത് സാധിക്കും. അപ്പൊ നമുക്ക് തുറന്ന് ഇടപെടാൻ പറ്റുക എന്നുള്ളത്, പ്രത്യേകിച്ചും നമ്മുടെ മുന്നിലുള്ള ഉപകരണങ്ങളോട്, നമ്മുടെ മുമ്പിലുള്ള സസ്യജാലങ്ങളോട്, നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളോട് നമുക്ക് നമ്മളോട് തന്നെ ട്രാൻസ്പെറന്റ് ആവുന്ന സമയത്ത് ഈ ഫേക്കായ സാധനങ്ങളെല്ലാം തമ്മിൽ നമ്മുടെ ഉള്ളിൽ ഫേക്കായി നിൽക്കുന്നതെല്ലാം തന്നെ നമ്മളുമായിട്ട് ആദ്യം കോൺഫ്ലിക്റ്റിങ്ങിലാവും. ഉറപ്പാണ്, അത് നമ്മളെ കോൺഫ്ലിക്റ്റിലാക്കും. പക്ഷെ നമ്മൾ ട്രാൻസ്പെറന്റ് ആകുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് വരികയും നമ്മൾ ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ടേയിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫേക്കായ കാര്യങ്ങളും പുതുതായിട്ട് നമ്മൾ ഫേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും എല്ലാം പോയിട്ട് നമ്മളൊരു പുതിയ ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. ഇത് ട്രാൻസ്പെറന്റ് ആയിക്കൊണ്ടേയിരിക്കും, പ്രകൃതിയുമായി ട്രാൻസ്പെറന്റ് ആവും. പിന്നെ നമ്മുടെ നിലപാടെന്തോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. അപ്പോ ഇത് രണ്ടും 2 കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഈ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മാറ്റി റീപ്രോഗ്രാം ചെയ്തിട്ട് അതിന്റെ മാനിഫെസ്റ്റേഷൻസ് വെളിയിലേക്ക് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണ്. ട്രാൻസ്പെറന്റ് ആവുക എന്ന് പറയുന്നത് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ്. നമുക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു തോട്ട് പ്രോസസ്സിനനുസരിച്ച് വെളിയിൽ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാകേണ്ടതുണ്ട്. ആ ട്രാൻസ്പെറൻസി ഉണ്ടാകാൻ നമ്മളത് കാത്തു സൂക്ഷിക്കണം. ട്രാൻസ്പെറൻസിയുടെ ആൽഗരിതം, അതിന്റെ മാട്രിക്സ് എന്താണെന്ന് വെച്ചാൽ അത് സൂക്ഷിക്കണം. അപ്പൊ ഇത് രണ്ടും 2 കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നതാണ്, 2 സ്റ്റേജുകളിൽ ഉപയോഗിക്കുന്നതാണ്. രണ്ടിനെയും ഒരുമിച്ച് ഇങ്ങനെ മനസ്സിലാക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രസാദ്, ക്ലിയർ ആയോ?
ഇപ്പൊ ഈ പറഞ്ഞ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അത് മനനം ചെയ്ത് സംശയങ്ങൾ വരുന്നെങ്കിൽ ഞാൻ ചോദിക്കാം. ജസ്റ്റ് ആകട്ടെ. ആയിട്ടില്ല, 2 കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്, അതിന് ഉള്ളിൽ ലയിക്കേണ്ടതുണ്ട്. ഓക്കെ, റൈറ്റ്. അടുത്തത് അടുത്തത് ശ്രുതിയാണ് ചോദിച്ചിരിക്കുന്നത്. IQ ആൻഡ് ലോജിക് തമ്മിൽ എന്താണ് ബന്ധം? ഇന്റലിജൻസിന്റെ അളവിനെയാണ് നമ്മൾ IQ എന്ന് പറയുക. ഇന്റലിജന്റ് കോഷ്യൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ബുദ്ധി വ്യാപാരം, നമ്മളൊരു കാര്യത്തെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ, ഒരു ആശയത്തെ, ഒരു സന്ദർഭത്തെ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ, ആ സന്ദർഭത്തിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ഒരു ഉപയോഗക്രമത്തെ, ഒരു പ്രയോഗ രീതിയെ, അതിന്റെ വഴക്കത്തെയാണ് നമ്മൾ IQ-ന് നിദാനമാക്കി എടുക്കുന്നത്, നമ്മൾ ഒരു അളവുകോലാക്കി എടുക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത് നമ്മിലുള്ള യുക്തിയെ ഉപയോഗിക്കാനുള്ള ശേഷിയാണ്. നമ്മൾ ലോജിക് എന്നുള്ള 2 രൂപത്തിലെടുക്കാം. ലോജിക് എന്നുള്ളത് കാരണപൂർവക വിഭ്രംശം എന്നുള്ള രൂപത്തിലെടുക്കാം, ബുദ്ധിയുടെ പ്രയോഗം എന്നുള്ള രൂപത്തിലും എടുക്കാം. ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ഒരു സ്വാഭാവികമായ ഒഴുക്കിൽ നിന്നുള്ള വഴിതിരിവിനെയാണ് യഥാർത്ഥത്തിൽ യുക്തി എന്ന് പറയുക. അങ്ങനെ വഴിതിരിഞ്ഞു നിൽക്കുന്നത് തന്നെയാണ് ബുദ്ധിയാവുന്നത്. അപ്പോൾ ആ ബുദ്ധിയുടെ യൂട്ടിലൈസേഷൻ എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതിന്റെ അളവുകോലാണ് IQ എന്ന് പറയുന്നത്. അപ്പോൾ ലോജിക്കിൽ നിന്നാണ് ബുദ്ധി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ബുദ്ധിയുടെ അകത്തെ ഒരു പ്രധാന എലമെന്റ് എന്ന് പറയുന്നത് യുക്തിയാണ്. യുക്തി എന്ന് പറയുന്നത് ഇവിടെ സാധാരണ ലോജിക് എന്നുള്ള പദത്തിന് മറ്റൊരു അർത്ഥം എന്നുള്ളത് തർക്കം എന്നാണ്. തർക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമർശം, വിഭ്രംശം എന്നൊക്കെ അർത്ഥം വരും. ആ അർത്ഥത്തിൽ എടുക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ആശയത്തെ വിശകലനം ചെയ്യാനായിട്ട് അതിനകത്ത് ചില കാര്യകാരണ ബന്ധങ്ങളെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ആ വിശകലന പ്രക്രിയക്ക് നിദാനമാകുന്നത് യുക്തിയാണ്. അപ്പൊ ആ യുക്തിയുടെ പ്രയോഗത്തിന്റെ അളവ് എന്നുള്ളതാണ് IQ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവ തമ്മിൽ ഇങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് എന്റെ ഉത്തരം. ശ്രുതി, മനസ്സിലായോ? മനസ്സിലായി. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. തൃപ്തികരമാണോ? അതെ. ഓക്കെ, റൈറ്റ്. അടുത്ത ചോദ്യം തോമസ് ചേട്ടന്റെയാണ്. നമ്മൾ ഒരു തീരുമാനം എടുത്താൽ അത് ലോജിക്കൽ തലത്തിലാണോ ഇൻറ്റ്യൂഷൻ തലത്തിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? നല്ല ചോദ്യം. അതെ. ഒന്ന്, തീരുമാനമെടുക്കുക എന്നുള്ളത് ലോജിക്കലോ ഇൻറ്റ്യൂഷനിലോ അല്ല. നമ്മള് തീരുമാനമെടുക്കുന്നത് തീരുമാനിച്ച് ആ ഒരു പ്രോസസ്സിന് അപ്പുറമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തെ കുറിച്ചുള്ള വ്യക്തത വരുന്നത്, നമുക്കൊരു ജീവിതാനുഭവം ഉണ്ടായി, അവിടെ ഒരു ബൈഫർക്കേറ്റഡ് സ്റ്റേറ്റ് ഉണ്ടായി, ഒരു ചാലഞ്ച്, ഇതാണോ അതാണോ എന്നുള്ള 2 സാധ്യതകൾ വന്നു. ഇതിൽ ഏത് സാധ്യത എന്നുള്ളത് എടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മളതിന് വിചാരം ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ, സമയമെടുത്ത് വിചാരം ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് ലോജിക്കലാണ്. ആ പ്രശ്നം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന നിമിഷം അതിനുവേണ്ടി വിചാരം ചെയ്യാതെ, ചിലപ്പോൾ നമുക്കൊന്നൊരു മൗനമായിരിക്കേണ്ടി വരും, വിചാരം ചെയ്യാതെ നമ്മിൽ നിന്നും നേരിട്ട് അതിനൊരു ഉത്തരം വരികയാണെങ്കിൽ അത് ഇൻറ്റ്യൂഷനാണ്. വിചാരം, നമുക്ക് അതിനു വേണ്ടി വിശകലനം വേണ്ടി വരികയാണെങ്കിൽ അത് ലോജിക്കലാണ്. ഉത്തരം ക്ലിയർ ആണോ തോമസ് ചേട്ടാ? അതെ അതെ, പെട്ടെന്നൊരു തോന്നലില് നമ്മൾ ആൻസർ കണ്ടുപിടിക്കണം അല്ലെ? അത് ഇൻറ്റ്യൂഷൻ ആയിരിക്കും. അത് ഇൻറ്റ്യൂഷൻ ആയിരിക്കും. പക്ഷെ അവിടെയൊക്കെ വേറെയും ചില, ഇതൊക്കെ നമ്മൾ പ്രൈമറി ലെവലിലുള്ള കാര്യമാണ്. അതിനകത്തേക്ക് പോകുമ്പോൾ വീണ്ടും ചെറിയ പുലിവാലുകളൊക്കെ ഉണ്ട്. ഇപ്പൊ സ്ഥിരമായി ലോജിക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ, അയാളെ സംബന്ധിച്ചോളം ഒരു പ്രത്യേക സന്ദർഭം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് രണ്ടാമതൊരു ആലോചിക്കേണ്ട കാര്യമില്ല, അത് അതേപോലെ തന്നെ വരും. ഇപ്പൊ റിഥമിക്കായിട്ടുള്ള ഒരാൾ ലോജിക്കിനെ എടുത്ത് പെരുമാറി ശീലിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോജിക്ക് അയാൾക്ക് റിഥമാവും. അപ്പോ അയാൾ അതിനനുസരിച്ച് തന്നെ ആയിരിക്കും. പിന്നെ അയാളോട് അത്തരം ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് ഈ ഒരു ക്വയറി വന്നിട്ടുണ്ടെങ്കിൽ ആ ക്വയറിയുടെ നിമിഷം തന്നെ അയാൾക്ക് ഈ ലോജിക് ആയിരിക്കും അയാൾക്ക് വെളിപ്പെടുക, ഇൻറ്റ്യൂഷൻ ആയിട്ട് വെളി വരിക. പിന്നെ ഈ ലോജിക്കൽ ആപ്ലിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക.
അങ്ങനെയുള്ള ചില കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻസ് ഉണ്ട്. എങ്കിലും പ്രൈമറി ലെവലിൽ നമുക്ക് നമ്മൾ എവിടെ നിൽക്കും, റിട്രോസ്പെക്ട്രത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നനുസരിച്ചാണ് ഇത് വരുന്നത്. റിട്രോസ്പെക്ട്രത്തില് നമ്മൾ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ മിക്കവാറും അയാളുടെ ഇൻറ്റ്യൂഷൻ പോലും ലോജിക്കൽ ആയിരിക്കും. അയാള് ലോജിക് ഉപയോഗിച്ച് എക്സ്പെർട്ടൈസ് ചെയ്തതിന്റെ ഒരു ഭാഗം ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ആ സാധനമായിരിക്കും വെളിയിൽ വരും ഇൻറ്റ്യൂഷന്റെ രൂപത്തിൽ. അപ്പോൾ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഇൻറ്റ്യൂഷനെ നമ്മളത് കണ്ടെത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ഇൻറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുന്ന സമയത്ത് ശരീരത്തിന് ഭയങ്കര ഈസിനെസ് ആയിരിക്കും. ചിന്തയുടേതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പ്രതിബന്ധങ്ങളുടേതായിട്ടുള്ള ഏത് കാര്യത്തെക്കുറിച്ചും ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിൽ ഒരു ഈസിനെസ് നമുക്ക് അനുഭവപ്പെടും ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത്. ആ സമയത്ത് എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, ലോഡ് ഉണ്ടാവില്ല, പെയിൻ ഉണ്ടാവില്ല, ചാലഞ്ചസ് തോന്നില്ല. അതേസമയം എക്സൈറ്റഡ് ആയിരിക്കും. നമ്മളൊരു വല്ലാത്ത നിർവൃതിയില്ലേ, ആദ്യാനുരാഗം ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു നിർവൃതിയില്ലേ, അല്ലെങ്കിൽ നമ്മളൊരു ക്രിയേറ്റിവിറ്റിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത ഒരു രതിയുടെ ഒരു അവസ്ഥയില്ലേ, ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ഇൻറ്റ്യൂഷൻ ഉണ്ടാകുന്നത് അത്തരത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ ചോദ്യവും എൻ്റെ ഉള്ളിൽ വരുന്ന ആൻസേഴ്സ് എന്നുള്ളത് ഞാൻ ആലോചിച്ചുണ്ടാക്കുന്നതല്ല, ഞാൻ ആലോചിച്ച് വെച്ച കാര്യമല്ല. നിങ്ങൾ പുതിയൊരു കാര്യം ചോദിച്ചാലും പറയുന്നത് അത്തരത്തിലല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒഴുകി വരുന്നതാണ്. ആ ഒഴുകി വരുന്നത് അത് ഇൻറ്റ്യൂഷനാണ്. ഈ ഒഴുകി വരവെന്ന് പറയുന്നത് ഇവിടെയുള്ള ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കുമുണ്ട്. അതിന്റെ മുകളിൽ മറ്റേ ലോജിക്കിന്റെ കെട്ടിമാറാപ്പുള്ളത് കൊണ്ടാണ് ഈ സാധനം വെളിപ്പെടാതെ നിൽക്കുന്നത്. നിങ്ങൾ അതൊന്ന് തുറന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി, സംഭവം വെളിപ്പെടും. അപ്പോ ബോഡി ഈസ് ആണോ നോക്കുക, നമ്മുടെ വിചാരം ചെയ്യല് ഇല്ലാത്ത, ഇത് രണ്ടുമാണ് ഇതിന്റെ അളവുകൾ. ക്ലിയർ ആണോ ഏട്ടാ? ഏട്ടാ ഇതിനോട് രണ്ട് ചോദ്യങ്ങളുണ്ട്, താഴെ വന്നതാണ്. ഒന്ന്, ഈ സുശാന്ത് ലാൽ, ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാറുണ്ടല്ലോ. രണ്ട്, ഉമചേച്ചിയുടെ ഹൗ ക്യാൻ വി പ്രാക്ടീസ് ഇൻറ്റ്യൂഷൻ. ഇപ്പൊ വന്ന ചോദ്യങ്ങളാണോ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ? ഇപ്പൊ ഉമചേച്ചിയുടെ ഇപ്പൊ വന്നതാണ്, സുശാന്ത് ചേട്ടന്റെ ഈ ചോദ്യത്തിന് ശേഷമുള്ള ചോദ്യമാണ്. ഓക്കെ. ഇൻറ്റ്യൂഷൻ ഫോളോ ചെയ്യുമ്പോൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ആ ഇൻറ്റ്യൂഷൻ ആയിരിക്കില്ല. അതും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോജിക്കൽ ആയിട്ടുള്ള നമ്മുടെ ശീലങ്ങൾ ഉണ്ടല്ലോ, ആ ശീലങ്ങളുടെ ആവർത്തനമായിരിക്കും. ആ ശീലങ്ങളെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചതിന്റെ പുനരാവിഷ്കാരമായിരിക്കും ആ ഇൻറ്റ്യൂഷനായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത്. അത് ഇൻറ്റ്യൂഷൻ ആയിട്ടുണ്ടാവില്ല. ഇൻറ്റ്യൂഷൻ ആണെങ്കിൽ അത് ശരീരത്തിന് ഈസ് ഉണ്ടാക്കും, നമ്മുടെ അനുഭവങ്ങൾക്ക് ഈസ് ഉണ്ടാക്കും. ഇപ്പൊ തെറ്റിപ്പോകാറുണ്ടല്ലോ എന്നുള്ള പ്രയോഗത്തിൽ തന്നെ വരുന്നത്, തെറ്റുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റ്യൂഷൻ അല്ല, നമ്മൾ ഫോളോ ചെയ്ത ഇൻറ്റ്യൂഷൻ അല്ല, ലോജിക്കൽ സ്റ്റോറേജിനെയാണ്. എപ്പോഴും നമ്മൾ ഈ ലോജിക്കൽ മെമ്മറി ഉണ്ടല്ലോ, നമ്മൾ എല്ലാ കാര്യങ്ങളും ലോജിക്കൽ ഇമേജ് ആയിട്ടൊക്കെ സ്റ്റോർ ചെയ്യാറുണ്ട്. നമ്മളൊരു പ്രത്യേക ആശയത്തെയൊക്കെ നമ്മൾ ലോജിക്കലായിട്ട്, ആ ലോജിക്കിനൊക്കെ ഇമേജസ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു കാര്യത്തെ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത്, സാങ്കേതികമായിട്ട് നമ്മൾ ശീലിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു കാര്യത്തെ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മളൊരു ക്വയർ ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ബ്രെയിൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് ഈ ലോജിക്കൽ മെമ്മറിയെ എടുത്തുകൊണ്ടാണ്. ആ ലോജിക്കൽ മെമ്മറി ഒരു പാക്കറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലിട്ട് തരും. അപ്പൊ നമുക്ക് തോന്നും അത് ഇൻറ്റ്യൂഷൻ ആണെന്ന്. അത് ഇൻറ്റ്യൂഷൻ അല്ല, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ, ട്രെയിൻഡ് ഇൻറ്റ്യൂഷനിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ശിക്ഷിതാവബോധത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് തോന്നും അത് അവബോധമാണെന്ന്. അതല്ല, ശിക്ഷിതമാണത്. ആ സംഭവം ഒറിജിനൽ അല്ല. ശിക്ഷിതാവബോധം അല്ലാത്തതാണോ എന്നുള്ളത് നോക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഈസ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സുശാന്ത് ലാൽ, വ്യക്തമായോ? സുശാന്ത് ഉണ്ടോ ഇവിടെ? സുശാന്ത് പോയോ? സുശാന്ത് അപ്രത്യക്ഷനായി. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? അടുത്തത് ഉമചേച്ചിയുടെ, നമുക്ക് ഇൻറ്റ്യൂഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, ഹൗ കാൻ വി പ്രാക്ടീസ് ഇൻറ്റ്യൂഷൻ. ഓക്കെ, നല്ലൊരു ചോദ്യമാണിത്. ഇൻറ്റ്യൂഷൻ നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? ഓക്കെ, ഇൻറ്റ്യൂഷൻ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമില്ല ചേച്ചി, അത് നമ്മിലുള്ളതാണ്. അത് വിറ്റ്നസ് ചെയ്യാൻ പഠിച്ചാൽ മതി. നമ്മളൊരു കാര്യത്തെ ഒരു
ഒരവസ്ഥ വെറുതെ പ്ലെയിൻ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന അവസ്ഥ ഇപ്പോഴെന്ത് എനിക്ക് എന്താണ് തോന്നിയത്? ചേച്ചി ആ ചോദ്യം ഒരു ദിവസം മുഴുവൻ ചോദിച്ചു നടന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോഴെനിക്ക് എന്താണ് തോന്നിയത്? അത് ഇൻറ്റ്യൂഷന്റെ ട്രിഗറാ. എന്താണ് തോന്നിയെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ ബുദ്ധി ഈ ലോജിക്കാണ് വെളിയിലേക്ക് വരിക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ചോദ്യം ആവർത്തിച്ച് നമ്മളോട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് എന്താണ് തോന്നിയത് എന്നുള്ള ചോദ്യം, ഇപ്പൊ എനിക്ക് എന്ത് വേദനയാണ് എനിക്ക് തോന്നിയത്, എനിക്കിപ്പോ എന്താ തോന്നിയത് എന്നുള്ളൊരു ചോദ്യം ഉള്ളിലേക്ക് കൊടുക്കേണ്ട താമസം നമുക്ക് ഉള്ള യഥാർത്ഥ കാര്യത്തിലേക്ക് അതിങ്ങനെ ആദ്യത്തെ ചോദ്യത്തിന് പെരിഫറൽ ആയിട്ടുള്ള ഏറ്റവും പെരിഫറൽ ആയിട്ടുള്ള ഉള്ളിയുടെ തോല് പോലെ ഏറ്റവും ഉപരിപ്ലവമായിട്ടുള്ള ഒരു ലെയറിലെ ആൻസർ ആണ് നമുക്ക് കിട്ടുക. അങ്ങനെ കിട്ടി അകത്തേക്ക് പോകുന്ന സമയത്ത് കുറെ പ്രാവശ്യം അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പിന്നെ കിട്ടും ഉത്തരം. ആ ഉത്തരത്തിന്റെ പ്രത്യേകത വെച്ചാൽ ആ ഉത്തരത്തെ ഫോളോ ചെയ്താൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് എത്തും. നല്ല റിസൾട്ട് തരും, നല്ല ഈസ് ആയിരിക്കും, അത് സന്തോഷം തരും, സന്തോഷത്തിനേക്കാളും കൂടുതൽ ആനന്ദം തരും. ആനന്ദത്തിന് ഈ പൊട്ടിച്ചിരിയുടെ കെട്ടിമാറപ്പൊന്നും ഉണ്ടാവില്ല, വളരെ സുഖകരമായിരിക്കും, ശാന്തമായിരിക്കും. ശാന്തമായ ആ സന്തോഷം നമുക്ക് തരും. അത് പൂർണ്ണമായി എന്നുള്ള ഒരു നിർവൃതി നമുക്ക് തരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക നമ്മൾ ഈ ഇൻറ്റ്യൂഷനെ സ്പർശിച്ചു എന്നുള്ളത്. അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ ഇൻറ്റ്യൂഷനെ സ്പർശിക്കാൻ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ചോദിച്ചാൽ മതി. വെളിയിൽ നിന്നും നമ്മൾ ചെറിയ കാലം മുതൽ പഠിച്ചുണ്ടാക്കിയ യാതൊരു കാര്യത്തെയും ഫോളോ ചെയ്യാതെ നമ്മുടെ ഉള്ളിലേക്ക് ഇൻട്രോസ്പെക്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ. അതിന് ഇപ്പോൾ ഞാൻ എന്താണ് ചിന്തിച്ചത്, ഇപ്പോൾ എനിക്ക് എന്താണ് തോന്നിയത്, ഇപ്പോൾ എനിക്ക് അടിസ്ഥാനപരമായി എന്താണ് തോന്നിയത് എന്നുള്ളത്. അത് ഒരിക്കലും ചിലപ്പോൾ സമൂഹത്തിനോ നമ്മളെക്കുറിച്ചുള്ള സഭ്യമായ ഒരു രൂപമുണ്ടല്ലോ, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സഭ്യമായ ഒരു രൂപമുണ്ടല്ലോ, ആ രൂപത്തിനൊന്നും നീതി പാലിക്കാൻ പറ്റുന്നതായിരിക്കില്ല ശരിക്കും ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ പച്ചയ്ക്ക് നിൽക്കുന്നത് എപ്പോഴാന്ന് വെച്ചാല് ബാത്റൂമിൽ അല്ലെങ്കിൽ ടോയ്ലറ്റില് അപ്പിയിടുന്ന സമയത്ത് അല്ലെങ്കിൽ കുളിക്കാനായിട്ട് തുണിയിലാണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ പച്ചയ്ക്ക് നിൽക്കുക എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ അടിവസ്ത്രം എടുത്ത് ഇടുന്ന നിമിഷം മുതൽ നമ്മൾ വേറൊന്നാണ്. അവിടെയെല്ലാം നമ്മുടെ ഇൻറ്റ്യൂഷൻ എന്നുള്ളത് പോയിട്ട് നമ്മുടെ സർവ്വകാര്യങ്ങളുടെയും അപ്പുറത്തേക്ക് യുക്തിയുടെ വലിയ വലിയ ഭാണ്ഡങ്ങൾ നമ്മൾ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മുടെ ആ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് നിൽക്കാൻ ഈ തുണിയെടുത്ത് നിൽക്കുമ്പോഴും നമ്മുടെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പലതും പറഞ്ഞ് പെരുമാറിക്കൊണ്ട് നിൽക്കുമ്പോഴും പലതായി ഒരു ടീച്ചർ എന്നുള്ള രൂപത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫിലോസഫർ എന്നുള്ള രൂപത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ എന്നോ ഡോക്ടർ എന്നോ ഉള്ള രൂപത്തിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കർഷകനായി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കവിയായി നിൽക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പച്ചയായിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുമ്പോൾ, ആ നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ വാക്കിനെ, ഉള്ളിലുള്ള നാദത്തെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ ഉള്ളിലുള്ള നാദം ആണ് നമ്മുടെ ഇൻറ്റ്യൂഷൻ. ആ ആന്തരിക നാദം അറിയാൻ നിരന്തരം ഉള്ളിലേക്ക് നോക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ട്രാൻസ്പാരന്റ് ആയിരിക്കുക, പച്ചക്കായിരിക്കുക. പച്ചക്കായിരിക്കുന്ന സമയത്ത് അത് വെളിയിലുള്ളവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ പച്ചക്കായാൽ മതി. നമ്മൾ പച്ചക്കാവുന്നു. ഇപ്പൊ പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുറച്ച് പൈസ കട്ടിട്ട് പോയിട്ട് ഐസ് വാങ്ങിച്ചു തന്നു. അത് മാഷ് അറിഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്നത് എന്റെ അച്ഛനോട് പറഞ്ഞു. അച്ഛനും മാഷും ഒക്കെ കൂടെ കുറച്ചു നേരത്തേക്ക് എന്നെ വായുവിൽ നിർത്തി. അന്ന് ഞാൻ അച്ഛനോട് മാഷോട് ഞാൻ നുണ പറഞ്ഞു എന്നുള്ളതായിരുന്നു അച്ഛൻ എനിക്ക് ചുമത്തിയ ചാർജ് ഷീറ്റ്. അച്ഛൻ തല്ലിയപ്പോ ഞാൻ അച്ഛന് വാക്ക് കൊടുത്തു, ഞാൻ ഇനി നുണ പറയില്ല എന്ന്. അവസാനം വീട്ടുകാർക്ക് പൊറുതിമുട്ടാൻ തുടങ്ങി. അമ്മയൊക്കെ എന്നോട് ഇടയ്ക്ക് ചോദിക്കും, നീ നുണ പറയണ്ട, പക്ഷെ സത്യം മുഴുവൻ വിളിച്ചു പറയണമെന്ന് എന്താ അത്ര നിർബന്ധം എന്ന് ചോദിക്കും. ഈ ഒരു അവസ്ഥ ഈ അടുത്ത കാലം വരെ എനിക്ക് പിന്തുടരുന്നുണ്ടായിരുന്നു. സത്യമേ പറയുള്ളൂ, പക്ഷെ സത്യം മുഴുവൻ വിളിച്ചു പറയും. ഈ സത്യം വിളിച്ചു പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ പച്ചയ്ക്കാവുക എന്നുള്ളതാണ്. ഈ പച്ചയ്ക്കാകുന്ന സമയത്ത് അത് മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രതിസന്ധികളാണ്. അതിനു പകരം നമ്മൾ നിൽക്കേണ്ടടുത്ത് നിൽക്കുകയും നമ്മളോട് നീതി പാലിക്കുകയും ചെയ്യുക. മറ്റുള്ളവരോട് അതെങ്കിലും ആയിക്കോട്ടെ, നമ്മളോട് നമ്മുടെ മനസാക്ഷിയോട് നീതി പാലിച്ചു കൊണ്ടേയിരുന്നാൽ നമുക്ക് നമ്മുടെ ഇൻറ്റ്യൂഷനെ തിരിച്ചറിയാൻ പറ്റും. മറ്റുള്ളവരോടും നമുക്ക് ഒരു പരിധി വരെ തുറന്നു തന്നെ നിൽക്കാൻ കഴിയും. അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരമാവധി പച്ചയ്ക്ക് നിന്നിട്ടാണ് ഞാൻ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും ഇപ്പൊ എന്നെ പരിചയപ്പെട്ട കുറച്ചെങ്കിലും ആളുകൾക്ക് തുടക്കത്തിൽ തോന്നുന്നത് ഇതെന്തൊരു സാധനം, ഇതെന്തിനാ ഇങ്ങനെ വർത്താനം പറയുന്നത് എന്നെങ്കിലും നിങ്ങൾ കുറച്ചു പേരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഇങ്ങനെ കുറച്ച് മുൻപോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും ഞാൻ പെരുമാറുന്നതിൽ ഒരു നീതിയുണ്ട്.
അതുപോലെ നമുക്ക് നമ്മളെ കുറിച്ച് തോന്നാൻ തുടങ്ങണം. എന്റെ പെരുമാറ്റത്തിൽ ഒരു നീതിയുണ്ടെന്ന്, അതിലൊരു സുതാര്യതയുണ്ടെന്ന്, അതിലൊരു യാഥാർത്ഥ്യമുണ്ടെന്ന്, അതിൽ ലാളിത്യമുണ്ടെന്ന്, അതിൽ സംഗതിയുണ്ടെന്ന്, സത്യമുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റണം. ആ സമയത്ത് നമ്മൾ നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള ഉത്തരം മുഴുവൻ ഇൻറ്റ്യൂഷൻ ആയിരിക്കും, നമ്മുടെ വെളിപ്പാടുകളായിരിക്കും. നമ്മുടെ ഒരു ചോദ്യം ഉള്ളിലേക്ക് പോയാൽ, ഒരു ചോദ്യം വെളിയിൽ നിന്നും നമുക്ക് ഉള്ളിലേക്ക് ഒരു ചോദ്യം വന്നാൽ അതിന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ നമുക്ക് ഉത്തരം വരുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റ്യൂഷൻ ആയിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള അവബോധത്തിന്റെ, പ്രകൃതിയുടെ, അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് നൽകുന്ന ആന്തരിക നാദമാണ് നമ്മുടെ ഉൾവിളി അല്ലെങ്കിൽ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അത് ഒറിജിനൽ ആയിരിക്കും. ഇതാണ് ചേച്ചി എന്റെ ഉത്തരം. മനസ്സിലായി. ഓക്കെ. നമ്മൾ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡ്യൂഷൻ അങ്ങനെ കൂടുതലായിട്ട് വരുമെന്ന് തോന്നുന്നു. അതെ 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 നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നമുക്ക് ഇൻറ്റ്യൂഷനിലാണ് നമ്മൾ ജീവിക്കുക. അതേസമയം പ്രകൃതി ജീവനക്കാർക്ക് ഈ സാധനങ്ങൾ മനസ്സിലാവില്ല. മറ്റേ നർഗീസ് ടീച്ചർ ഉണ്ടല്ലോ അല്ലെ ഇവിടെ എവിടെയോ? നർഗീസ് ടീച്ചർ പോയോ? അപ്പൊ ധൈര്യമായിട്ട് പറയാം, ഈ പ്രകൃതി ജീവനക്കാർക്കാണ് ഈ സാധനം ഇല്ലാത്തത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാന്ന് പറയും. മനസ്സിലായില്ലേ? എന്താ പറയാ, ഞാന് ടീച്ചറുണ്ടോ തപ്പിയെന്ന് വെച്ചാൽ ടീച്ചർ ചിലപ്പോ എന്നെ ഇടിക്കും, പ്രകൃതി ജീവനക്കാരെ കുറ്റം പറഞ്ഞാലേ. അടുത്ത ചോദ്യവും ഇതേ വിഷയം തന്നെയാണ്. ഉൾവിളി എന്ന് പറയുന്നത് തോന്നലുകളാണോ? ഉൾവിളി തോന്നലല്ല, എന്നാൽ തോന്നലുകളിൽ ഉൾവിളി വരാറുണ്ട്. നമ്മുടെ എല്ലാ തോന്നലുകളും ഉൾവിളിയല്ല. അതായത് നമ്മുടെ ഉള്ളിൽ ചോദനകളും വാസനകളും ഉണ്ട്. അത് അറിയുമായിരിക്കും. ചോദന എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാനുള്ള പ്രവണതയാണ്, ഇന്നത് വേണം എന്ന് തോന്നുന്ന ഒരു പ്രവണതയാണ്. വാസന എന്ന് പറയുന്നത് അത് നിരന്തരം തോന്നുകയും അതിലായിരിക്കുമ്പോൾ നമ്മൾ സൗഖ്യത്തിലായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ വാസന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചോദനകളെ പോലെ നമ്മുടെ യുക്തിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് തോന്നലുകൾ. ഈ തോന്നൽ എന്നുള്ളത് അതിനൊരു വിചാരം വേണ്ടാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്നും കൃത്യമായി ഒഴുകി വരും. അതിന് നമുക്ക് ആദ്യത്തെ പ്രാവശ്യം ഉൾവിളി ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഉൾവിളി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആ സംഭവം നമ്മുടെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് വരുന്നത് ക്ലിയർ ആയിരിക്കും. അത് ഏത് കോണ്ടെക്സ്റ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അത് ക്ലിയർ ആയിരിക്കും. അത് യൂണിവേഴ്സൽ ആയിരിക്കും. യൂണിവേഴ്സൽ കോമ്പാറ്റബിലിറ്റി എന്നുള്ള സാധനം ഈ ഉൾവിളിക്ക് ഉണ്ടാവും. ഉൾവിളി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇൻറ്റ്യൂഷൻ എന്നുള്ള അവസ്ഥയ്ക്ക് ഉണ്ടാവും. ആ യൂണിവേഴ്സൽ കോമ്പാറ്റബിലിറ്റി ഉണ്ടാവും. ആ യൂണിവേഴ്സൽ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് പിന്നെ ഒരു തർക്കമുണ്ട്. നമ്മുടെ നർഗീസ് ടീച്ചർ പോയില്ലേ, ടീച്ചറും ഞാനും തമ്മിൽ ഈ കഴിഞ്ഞ ദിവസം, ഇന്ന് രാവിലെ ഞാൻ തോന്നുന്നു സംസാരിച്ചത്. ഇപ്പൊ പ്രവാചകന്മാരുടെ കാര്യം എടുക്കുക. മുഹമ്മദ് നബിക്ക് കുറച്ച് ഉൾവിളികൾ ഉണ്ടായതാണ് ദൈവം നൽകിയ സന്ദേശം എന്നുള്ള രൂപത്തിൽ കുറെ ഒരു ഇസ്ലാമിക വിഭാഗത്തെ രൂപീകരിച്ചിട്ടുള്ളത്. അത് യൂണിവേഴ്സലി കോമ്പാറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് ഞാൻ പറയും. പക്ഷെ അതിനെ ആ അറേബ്യയുടെ ഒരു ഇക്കോളജിക്കൽ കോണ്ടെക്സ്റ്റിൽ എന്ന് വെച്ചാൽ അവരുടെ ഗോത്രത്തിന്റെ ഇക്കോളജിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ട് അതിനെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ, കേരളത്തിന്റെ ഇക്കോളജിയിൽ കൊണ്ട് പ്രയോഗിക്കുമ്പോൾ ഈ യൂണിവേഴ്സൽ കോമ്പാറ്റബിലിറ്റി എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും അതിവിടെ കൊണ്ട് പ്രയോഗിക്കുന്നവർക്ക് ഈ സാധനം യൂണിവേഴ്സലി കോമ്പാറ്റബിൾ ആയിട്ട് തോന്നൂല. അവരതിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് നബി ഉണ്ടാക്കിയ ഇസ്ലാം അല്ല, അത് വേറെ ഉണ്ടാക്കിയ വേറൊരു സാധനമാണ്. അതുപോലെ ഞാൻ ഇന്നലെ ടീച്ചറുമായിട്ട് ഈ കാര്യത്തെ സംസാരിച്ചിരുന്നു. അതായത് പ്രവാചകന്മാർക്ക് ഉണ്ടാകുന്ന ഉൾവിളി എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലി കോമ്പാറ്റബിൾ ആയിരിക്കും. അവർ മറ്റൊരു സ്പേസിൽ, മറ്റൊരു കാലത്ത്, മറ്റൊരു ഇടത്ത്, മറ്റൊരു രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ അവരുടെ ഉൾവിളിക്ക് ആ പ്രദേശത്തിനനുസരിച്ച്, ആ ഇക്കോളജിക്ക് അനുസരിച്ചുള്ള ഒരു കാര്യം ചെയ്യാനാണ് തോന്നുക. നമുക്കും അതുപോലെ തന്നെയാണ്. നമ്മൾ ഏത് സാഹചര്യത്തിനാണോ, ഏത് സ്ഥലത്താണോ, ഏത് കാലത്താണോ നിൽക്കുന്നത് അതിനനുസരിച്ച് ഉൾവിളിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ആ ഉൾവിളിയിലെ മാറ്റം എന്ന് പറയുന്നത് അത് യൂണിവേഴ്സലി കോമ്പാറ്റബിൾ ആയിരിക്കുകയും ചെയ്യും. കാര്യകാരണ സഹിതം അതിന്റെ പശ്ചാത്തലത്തോടു കൂടി ചേർത്ത് വിശകലനം ചെയ്താൽ ആ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ ക്ലിയർ ആണെന്ന് ബോധ്യമാകും.
പക്ഷെ തോന്നലുകൾ അങ്ങനെയല്ല. തോന്നലുകൾ എന്ന് പറയുന്നത് താൽക്കാലിക ആവശ്യങ്ങൾക്കനുസരിച്ച്, താൽക്കാലിക ശാരീരികാവസ്ഥക്കനുസരിച്ച്, താൽക്കാലിക സന്ദർഭങ്ങൾക്കനുസരിച്ച് എന്നുള്ളതാണ്. അപ്പൊ ഉൾവിളിയുടെ ആ ഒരു യൂണിവേഴ്സൽ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ, ടൈമിനോടും സ്പേസിനോടും ഷേപ്പിനോടും ഒക്കെ നീതി പാലിക്കുന്ന ഒരവസ്ഥ തോന്നലുകൾക്ക് ഉണ്ടാകണമെന്നില്ല. അത് വ്യക്തിനിഷ്ഠമായിരിക്കും, അത് എന്താ പറയാ സർവനിഷ്ഠമായിരിക്കില്ല. ആ ഒരു വ്യത്യാസം അവയ്ക്കുണ്ട്. ശ്രീ അംബുജി, ഇത് അങ്ങേക്ക് തൃപ്തികരമായി തോന്നുന്നു? ഉത്തരം കിട്ടിയോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? പിന്നെ ഈ നമ്മളിവിടെ പറയുന്ന നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ നൽകുന്ന ഉത്തരങ്ങൾ എൻ്റെ ഉൾവിളിയിൽ നിന്നും വരുന്നതാണ്. പക്ഷെ ഇവയെ നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ ഇത് നിങ്ങളുടെ അനുഭവങ്ങളായിട്ട് മാറണം. മാത്രമല്ല, ഞാൻ പറയുന്നതിനെ എൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പോലും നമ്മൾ പല ഒരു ഇത് കേൾക്കേണ്ടി വരും, പല ഒരു ഈ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടി വരും. ആവർത്തിച്ച് 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 ആവർത്തിച്ചാണ് നമുക്ക് ഇതിന് ക്ലാരിറ്റി ഉണ്ടാവുക. ഓക്കെ, അടുത്തത്. അടുത്ത ചോദ്യം, അബണ്ടൻസിനെ ഫോക്കസ് ചെയ്യാൻ എങ്ങനെയാണ് ശീലിക്കേണ്ടത്? റോയ് പുഷ്പം. നമ്മൾ അബണ്ടൻസിനെ കുറിച്ച് ഇന്ന് പറഞ്ഞതല്ല, ഇതിനു മുമ്പ് പൊന്നിയുടെ ഒരു സെഷനിലായിരുന്നു തോന്നുന്നു. ഇവിടെ എല്ലാം സമർത്ഥമാണ്. സമർത്ഥമാണെന്നുള്ള അറിവില്ലായ്കയോ സമർത്ഥമല്ല എന്നുള്ള അറിവോ ആണ് നമ്മുടെ പ്രശ്നം. എല്ലാം ഞാൻ സ്ട്രഗിൾ ചെയ്ത് നേടേണ്ടതാണ് എന്ന ഒരു വ്യവസ്ഥയാണ് ഇവിടുത്തെ പ്രശ്നം. ഈ വ്യവസ്ഥയിൽ നിന്നും മാറാനുള്ള തീരുമാനം എടുത്താൽ പോലും നമുക്ക് അബണ്ടൻസ് ഉള്ളത് മുമ്പിൽ വന്ന് നിൽക്കും. നമുക്ക് ആ മറ മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോ എല്ലാം ഇവിടെ ഉണ്ട് എന്നുള്ള സമ്മതം, അറിവ് ആദ്യമുണ്ടായി, അതിന്റെ സമ്മതം, എല്ലാം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം. അതിന് ഞാൻ തലകുത്തി നിൽക്കേണ്ട കാര്യമില്ല എന്ന് സമ്മതിക്കണം. എന്റെ ആവശ്യങ്ങൾ എന്ത് എന്ന് അറിയാനുള്ള വശങ്ങൾ വേണം. അതിനുള്ള തുറവി നമുക്ക് വേണം. തുറവി എന്ന് വെച്ചാൽ ഓപ്പൺനെസ് നമുക്ക് വേണം. അത്രയും ഉണ്ടെങ്കിൽ തന്നെ ഈ അബണ്ടൻസ് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ തുറന്നു വെക്കപ്പെട്ടു. നമുക്ക് വേണ്ടതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമുക്ക് വേണ്ടതെന്തോ നമ്മുടെ ഉള്ളിൽ സമർത്ഥമായിട്ടുള്ളത് കൃതജ്ഞതാപൂർവം നമുക്ക് നിൽക്കാൻ കഴിയുമ്പോ, നമുക്ക് നമ്മളെ ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുമ്പോ, നമുക്കുള്ളിലുള്ള സമൃദ്ധിയോട് അതിനെ അറിയാൻ കഴിയുമ്പോൾ, അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുമ്പോൾ അത് സംഭവിക്കും. പിന്നീട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെ നിർവചിക്കാൻ കഴിയണം. ആവശ്യങ്ങളായിരിക്കണം. ആ ആവശ്യങ്ങളെ നിർവചിക്കാൻ കഴിയണം. ആവശ്യങ്ങൾ ശരിയായ ആവശ്യങ്ങളാണെങ്കിൽ അവയ്ക്ക് വേണ്ടി സ്ട്രെയിൻ ആവശ്യമുണ്ടാവില്ല. നമുക്ക് ആഘോഷമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ അധ്വാനിച്ച ഒരു കാര്യം നേടുന്നതെങ്കിൽ, അധ്വാനിച്ചാണ് നിങ്ങൾ അബണ്ടൻസിലേക്ക് ചെന്നെത്തുന്നതെങ്കിൽ, ദാറ്റ് കനോട്ട് സസ്റ്റെയിൻ. നിങ്ങൾ ആഘോഷമാക്കി ചെയ്യൂ. അതിനകത്ത് ചിലപ്പോൾ വിയർപ്പ് പൊടിഞ്ഞേക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ അധ്വാനിക്കരുത് എന്നാണ്. അധ്വാനിക്കരുത്. അതിന്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാവും തോന്നുന്നു. നിങ്ങൾ അധ്വാനിക്കരുത്. എന്റെ മകൻ എന്റെ മടിയിലിരുന്നു കൊണ്ട് വായ പൊളിച്ച് കാണിക്കുമ്പോ ഞാൻ ചോറെടുത്ത്, പൊന്നിയുടെ മൈക്കൊന്നും മ്യൂട്ട് ചെയ്യണേ. എന്റെ മകൻ എന്റെ മടിയിലിരിക്കുമ്പോ ഞാൻ അവൻ വാ പൊളിച്ച് കാണിക്കുകയാണ്. ഞാൻ അവന്റെ വായിലേക്ക് ഒരു ഉരുള ചോറെടുത്ത് കൊടുക്കുന്ന സമയത്ത് അവന്റെ മുഖത്തുണ്ടാവുന്ന നിർവൃതിയാണ് എന്റെ സന്തോഷം. അത് നിർവൃതിയാണ്, ആഘോഷമാണ്. അതൊരിക്കലും ഒരു അധ്വാനമല്ല. എന്റെ മുറ്റത്തെ മാവിൽ തൂങ്ങിക്കിടക്കുന്ന മാങ്ങ കാണിച്ചു തന്നിട്ട് അച്ഛാ എനിക്കത് വേണമെന്ന് പറയുമ്പോ ഒരു തോട്ടിയിട്ട് അത് വലിച്ച് സ്വന്തമാക്കി അതിനെ മുറിച്ച് അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് നിർവൃതിയാണ്, ആഘോഷമാണ്, അധ്വാനമല്ല. അവൻ കാണിച്ച മാങ്ങയുടെ പൊക്കം വളരെ ഉയരത്തിലായിരിക്കുമ്പോ ആ മാവിന്റെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറി പുളിമീറിന്റെ കടിയും കൊണ്ട് അത് വലിച്ച് താഴത്തേക്ക് കൊണ്ടുവന്ന് എറുമ്പിനെയൊക്കെ തട്ടിക്കളഞ്ഞ് ആ കയറ്റത്തിലും ഇറക്കത്തിലും ഇടയിൽ ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിലും കാറിന്റെ ഉള്ളിലും മാത്രം ഇരിക്കുന്ന ഞാനൊരുത്തൻ വിയർത്ത് കുളിച്ച്
എന്നുവെച്ചാൽ മരം കയറി പരിചയമില്ല. അങ്ങനെ ഒരുത്തൻ കയറി മറ്റേ മരത്തിൽ കയറി വിയർത്ത് കുളിച്ച് എറുമ്പിന്റെ കടിയും കൊണ്ടുവന്ന് ആകെ ചൊറിഞ്ഞ് താഴെ വന്നിട്ട് എന്നിട്ട് ഇതെല്ലാം തട്ടിക്കളച്ചിട്ട് കത്തിയെടുത്തിട്ട് ഈ മാങ്ങ മുറിച്ച് അവന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴും ഞാൻ കടന്നു വന്നത് അധ്വാനത്തിലൂടെയല്ല, നിർവൃതിയിലൂടെയാണ്, ആഘോഷത്തിലൂടെയാണ്. അവൻ നാളെയും മാങ്ങ ചോദിക്കുമെന്നും അവന്റെ മക്കളും അവന്റെ പേരക്കുട്ടികളും വരെ മാങ്ങ ചോദിക്കുമെന്നും അറിയുമ്പോ അതിനുവേണ്ടി ഒരു മാവിനെ നട്ട് വളർത്തി അതിന് വെള്ളമൊഴിച്ചു വലുതാക്കുന്നത് വരെയും എന്റെ ശ്രദ്ധയും എന്റെ ജീവിതത്തെയും അതിലേക്ക് ഫോക്കസ് ചെയ്യിക്കുമ്പോഴും ഞാൻ ചെയ്യുന്നത് അധ്വാനമല്ല, ആഘോഷമാണ്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ അധ്വാനിക്കരുത്, ആഘോഷിക്കുക, നിർവൃതിയാക്കുക. ഞാൻ പറഞ്ഞതിന് ഒരുപാട് വെളിപ്പോയോ? അപ്പോ ആ രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അബണ്ടൻസിലേക്ക് ചെന്നെത്തും. ആഘോഷമാക്കുമ്പോൾ നമ്മൾ അബണ്ടൻസിലേക്ക് ചെന്നെത്തും എന്നുള്ളതാണ് എന്റെ ഉത്തരമെന്ന് തോന്നുന്നു. എനിക്ക് ഇടയ്ക്കൊന്ന് വഴി തിരിഞ്ഞോ എന്നൊരു സംശയം. ഇല്ല. ഇതിനോട് ചേർത്ത് ഒരു ചോദ്യമുണ്ട്, ഞാൻ അത് പറയാനായിരുന്നു ഓൺ ചെയ്തിട്ടിരുന്നത്. അല്ല, ഇപ്പൊ ഇത് ബിബിനാണോ ചോദിച്ചത്? അല്ല, ഞാനാണ് റോയ് ആണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ. റോയ്, ഉത്തരം ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി സർ. ഓക്കെ. സാറിന് വിളിക്കണ്ട, നിന്നോട് പറഞ്ഞല്ലേ സാർ. ഇത് അങ്ങനെ ശീലിച്ചു പോയി, അതുകൊണ്ട് മാറ്റാം. സന്തോഷം. താങ്ക് യു. പറയൂ. എന്താ പറഞ്ഞു വന്നത് റോയ്? അല്ല, എനിക്ക് മനസ്സിലായി എന്നാണ് സന്തോഷേട്ടാ ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇനി ഇതിനോട് ചേർത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ബഷീറേട്ടന്റെയാണ്. അപ്പോൾ ഗോൾ വേണ്ടെന്നാണോ? സുതാര്യമായാൽ മാത്രം മതിയോ? നമ്മുടെ മനസ്സിൽ വിഭാവനം ചെയ്യുന്നത് എന്തോ അതാണ് സംഭവിക്കുക. നമ്മളൊരു ലക്ഷ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു യുക്തിയുടെ ഒരു ഏരിയ ആണ്. നമുക്ക് നമ്മുടെ വാസനകളിൽ ഊന്നിക്കൊണ്ട് നമ്മൾ നമ്മുടെ ഉൾവിളികളെ ആധാരമാക്കി നിലകൊള്ളുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു സ്വപ്നം ഉണ്ടാകും. ആ സ്വപ്നം ഒരു വ്യവസ്ഥാരൂപത്തിലായിരിക്കും, അതൊരു ബിംബമായിരിക്കില്ല, അതൊരു വ്യവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഡോണ്ട് സെറ്റ് എ ഗോൾ, ഇൻസ്റ്റെഡ് സെറ്റ് എ സിസ്റ്റം എന്ന്. നമ്മളൊരു സിസ്റ്റത്തെ വിഭാവനം ചെയ്യുക. അത് നമ്മുടെ ഉള്ളിലെ ഒരു സ്വപ്നമായിട്ട് ഉരുത്തിരിയുന്നതായിരിക്കും. നമ്മുടെ ഇൻറ്റ്യൂഷനെ ആധാരമാക്കി നിൽക്കുമ്പോൾ, നമ്മുടെ സുതാര്യതയിലൂടെ ഊന്നി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരുന്ന ഒരു സ്വപ്നമായിരിക്കും അത്. ആ സ്വപ്നത്തെ മുൻപോട്ട് വയ്ക്കുക, അതൊരു വ്യവസ്ഥയായിട്ട് വിഭാവനം ചെയ്യുക. നമ്മൾ അതിലേക്ക് എത്തിപ്പെടും. ഉത്തരം ക്ലിയർ ആയോ ബഷീർ മാഷെ? അപ്പോ ഗോള് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മള് വിഭാവനം ചെയ്താൽ മതി, അത് എത്തിക്കോളും എന്നാണ്, വന്ന് ചേരും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് 1ാം ലെവലിൽ നടക്കുന്ന കാര്യമല്ല എന്നുകൂടെ മനസ്സിലാക്കണം. ആദ്യം ചിലപ്പോൾ ഗോളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒന്നുമേ ഇത്തരത്തിലുള്ള യാതൊരു സങ്കേതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ ഈ സ്ട്രീമിലേക്ക് വരികയാണെന്നിരിക്കട്ടെ, അയാൾ ഇത് കേട്ടിട്ട് ഗോളൊന്നും സെറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നാൽ എത്തൂല. ആദ്യം ഗോള് സെറ്റ് ചെയ്ത് അതിലേക്ക് എത്തി അത് അക്കംപ്ലിഷ് ചെയ്ത് അതിന്റെ റിവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ശരീര സുഖമുണ്ടല്ലോ, ആ സുഖത്തിന്റെ ഭാഷ നമുക്ക് മനസ്സിലാവണം. അതിന്റെ ന്യൂറൽ പാത്വേ സെറ്റ് ആകണം. അക്കംപ്ലിഷ് ചെയ്യുന്നതിന്റെ സുഖം, അതിന്റെ വ്യക്തത, അതിന്റെ പൂർണ്ണത, അതിന്റെ ഒഴുക്ക്, ഇതെല്ലാം നമുക്ക് ബോധ്യമാകണം. അങ്ങനെ ഒരാൾക്ക് ഞാൻ ഈ പറഞ്ഞ ഉത്തരം വാലിഡ് ആണ്. അങ്ങനെ ഒരു ബോധ്യവും വരാത്ത ഒരാൾക്ക് മാഷ് പറഞ്ഞതുപോലെ ഗോൾ ചിലപ്പോൾ സെറ്റ് ചെയ്യേണ്ടി വരും. ഹലോ, ഓക്കെ. അത് നമ്മൾ ഈ അക്കംപ്ലിഷ്മെന്റിന്റെ 7 തലങ്ങളുണ്ട്. ആ തലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ വ്യക്തത വരും മാഷെ. കാരണം നമ്മളിവിടെ സക്സസ് എന്ന് പറയുന്നത് ഗോൾ സെറ്റ് ചെയ്തിട്ട് നേടുന്നതും ഒക്കെ നമ്മുടെ 7 ലെവലുകൾ, അക്കംപ്ലിഷ്മെന്റിന്റെ 7 ലെവലുകളിൽ 3ാമത്തെ ലെവലാണ്. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്തിട്ട് നേടാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും 4 തലമുണ്ട്. ആ തലത്തിലൂടെ പോകുന്ന സമയത്ത് പിന്നെ സെറ്റ് ചെയ്യേണ്ട അതൊരു സിസ്റ്റമായിട്ട് റൈസ് ചെയ്ത് വന്നോളും. നമ്മളിപ്പോ ഇവിടുന്ന് ഞാൻ പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തൃശ്ശൂർ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ ഞാൻ തൃശ്ശൂർ വഴി പൊക്കോളും, അതേ ഉള്ളൂ വഴി. അതുപോലെ
സ്വാഭാവികമായിട്ട് ഈ ഗോൾ എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരും. അതിന് പകരം തൃശ്ശൂരാണ് എന്റെ ഗോൾ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ എത്തിക്കഴിയുമ്പോൾ പിന്നെ എറണാകുളമാണ് എന്റെ ഗോൾ, പിന്നെ എറണാകുളത്ത് എത്തിക്കഴിയുമ്പോൾ ആലപ്പുഴയാണ് എന്റെ ഗോൾ, അത് കഴിയുമ്പോൾ കൊല്ലമാണ് എന്റെ ഗോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്തി യാദൃശ്ചികമായി തിരുവനന്തപുരത്ത് എത്തിയെന്നുള്ള അവസ്ഥയെക്കാളും തിരുവനന്തപുരമാണ് നമ്മുടെ ഡെസ്റ്റിനി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പോകുന്ന വഴിക്കുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ പുറകെ വന്നോളൂ. അതിനെ വാക്യൂംഡ് റിസൾട്ട് എന്നാണ് പറയുക. മറ്റേത് ഇതിന്റെ എതിർദിശയിലുള്ളത് നമ്മളിങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് പോകുമ്പോൾ നമ്മൾക്ക് നേടുന്ന കാര്യത്തെ പ്രഷറൈസ്ഡ് റിസൾട്ട് എന്നാണ് പറയുക. അപ്പൊ വാക്യൂംഡ് റിസൾട്ട് ആണ് നമുക്ക് ആവശ്യം. റൈറ്റ്? മാഷെ ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത സമയം ഈബു ചാക്കോ കഴിഞ്ഞ അവസാനത്തെ ചോദ്യമാണിത്. പെയിൻ ബോഡി ഉള്ളവർ അബണ്ടൻസ് ഫോക്കസ് ചെയ്താൽ ലഭിക്കില്ലേ, അതോ പെയിൻ ബോഡിയെ ഒഴിവാക്കേണ്ടതുണ്ടോ? രണ്ടും പ്രാഥമികമായി രണ്ട് സാധനങ്ങളാണ്. പെയിൻ ബോഡി എന്നുള്ളത് അയാളുടെ സീറോ ആണ്, അബ്സല്യൂട്ട് അല്ല. അപ്പോ പെയിൻ ബോഡി എന്ന് പറയുന്ന സംഭവം ഉള്ള ഒരാള് പെയിനോട് കൂടി തന്നെ അയാൾ അബണ്ടൻസ് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അബണ്ടൻസിലേക്ക് ചെന്നെത്തും, സ്വാഭാവികമായും അബണ്ടൻസിലേക്ക് ചെന്നെത്തും. പക്ഷെ അവിടെ അയാൾക്ക് സൗഖ്യം ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. അബണ്ടൻസ് എന്നുള്ളത് എന്തിന്റെ അബണ്ടൻസ് ആണെങ്കിലും ശരി, ഇപ്പൊ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണെങ്കിലും ശരി, നോളജിന്റെ അബണ്ടൻസ് ആണെങ്കിലും ശരി, ഇപ്പോ ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ പണത്തോട് പ്രതിരോധിക്കുന്നു, പണത്തോട് എനിക്ക് പ്രതിരോധമുണ്ട്, അതേസമയം വിസ്ഡത്തോട് പ്രതിരോധമില്ല, അത് തുറന്ന് അങ്ങ് വെച്ചിരിക്കുന്നത്, അതിന് ഒരു ലിമിറ്റും ഇല്ല, അതിങ്ങനെ വന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ അബണ്ടൻസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതേസമയം ഞാൻ പെയിൻ ബോഡി എന്നുള്ള സാധനം ഭംഗിയായിട്ട് ക്യാരി ചെയ്യുന്ന ആളാണ്. കാരണം സംഗീതത്തിലാണ് എൻ്റെ ജീവിതം മൊത്തത്തിൽ സംഗീതമാണ്. ജീവിതത്തിലെ ഓരോ നിമിഷവും സംഗീതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സംഗീതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഗീതങ്ങൾ മിക്കവാറും ജോഗിലും ഒക്കെ കമ്പോസ് ചെയ്തായിരിക്കും. ഇത് മുഴുവൻ വേദനയാണ്. ഇത് ചെറിയ കാലത്ത് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ചില കാര്യങ്ങൾ, എൻ്റെ ഉള്ളിലെ കവിത്വം ഉണ്ടാക്കിയ വശങ്ങള്, ഇതിന്റെ എല്ലാം തുടർച്ചയാണ്. അതേസമയം ഇതേ അവസ്ഥയിൽ നിന്നും ഇതിനെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും രാഗങ്ങളെക്കുറിച്ചും ഗീതങ്ങളെക്കുറിച്ചും ഗീതങ്ങളുടെ ആലാപനത്തെക്കുറിച്ചും ഒക്കെയുള്ള നോളജ് എനിക്ക് അബണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ഞാൻ സീക്ക് ചെയ്യുന്നത് എന്താണ് ഇത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും എന്നിൽ അബണ്ടന്റ് ആണ്. അപ്പോ ഈ അബണ്ടന്റ് ആയി വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ പെയിൻ ബോഡി ഉള്ളത് കൊണ്ട് എനിക്ക് ബ്ലോക്ക് ആയിട്ടില്ല. അപ്പൊ ഇത് രണ്ടു വഴിക്ക് പോകുന്ന കാര്യങ്ങളാണ്. ഈ പെയിൻ ബോഡി എന്നുള്ളത് അബണ്ടൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു ഫ്ലോ ആവശ്യമുണ്ടെങ്കിൽ, അബണ്ടൻസ് എന്നുള്ളത് ഇപ്പോൾ ചില മെറ്റീരിയൽ അബണ്ടൻസ് ഉണ്ടാവണമെങ്കിൽ ചില ഈസി ഫിസിക്കലി ഉള്ള ഈസി ഫ്ലോ ഉണ്ടാവണം. ആ ഈസി ഫ്ലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ ഈ മുമ്പേ ആഘോഷമാക്കണമെന്നോ അല്ലെങ്കിൽ അധ്വാനിക്കണമെന്നോ പറഞ്ഞ ആ ഒരു വശം അതെല്ലാം വേണ്ടി വരും. അതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ഈസ് വേണം, മനസ്സിന് ഈസ് വേണം. പെയിൻ ബോഡി ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ മനസ്സിനും ശരീരത്തിനൊന്നും അത്ര ഈസ് ഉണ്ടാവില്ല. അപ്പൊ ഇത് തമ്മിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏത് തരം മറ്റേ ഡെസ്റ്റിനിയിലേക്കാണ് പോകുന്നത് എന്നതിനനുസരിച്ചാണ് ഇത് ഉണ്ടാവുക. എന്താണെങ്കിലും പെയിൻ ബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ തടസ്സം ഉണ്ടാകും എന്നുള്ളത് ഈ മെറ്റീരിയൽ ഗെയിനിന് ചെറിയ തടസ്സം ഉണ്ടാവുക തന്നെ ചെയ്യും, മനസമാധാനത്തിന് തടസ്സം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതാണ് എന്റെ ഉത്തരം. ദീപു, ക്ലിയർ ആണോ? ഉത്തരമായോ? ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ കഴിഞ്ഞു തോന്നുന്നു. കഴിഞ്ഞു. എന്തായാലും കറക്റ്റ് കാര്യത്തിനാണ് അതുണ്ടാവുന്നത്. അപ്പോ നമ്മൾ ഇന്നത്തെ സമാപന വാചകങ്ങൾ സംസാരിക്കുന്നത് ആരാണ്? അദ്ദേഹം സ്വയം മൈക്ക് ഓൺ ചെയ്ത് സംസാരിച്ചു തുടങ്ങും എന്ന് വിചാരിക്കുന്നു. ബഷീറേട്ടനാണ്. ഞാൻ അസൈൻമെന്റ് കൊടുത്തത് മറ്റൊരാൾക്കാണ്. അസൈൻമെന്റ് കൊടുത്ത ഒരാളുണ്ട്, അയാള് മിണ്ടുന്നില്ല. എവിടെ? നോമ്പ് കുറിക്കാൻ പോയോ? അതെ അതെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ബഷീർ മാഷ നമുക്ക് അങ്ങോട്ട് ഏൽപ്പിക്കാം. ഞാനൊരു സീനിയോറിറ്റിക്ക് അനുസരിച്ച് വരട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ ബഷീർ മാഷ് പറയൂ. ബഷീർ മാഷാണ് പിന്നെയുള്ള സീനിയർ. നഞ്ചി ഉണ്ട് അവിടെ.
വളരെ വളരെ സന്തോഷം. ഒരുപാട് ഇന്നത്തെ സെഷനില് ഒരുപാട് ഉദാഹരണ സഹിതം കൂടുതൽ നമ്മള് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പല സംഗതികളും കുറച്ചുകൂടി വ്യക്തമായി വളരെ ലളിതമായി വിശദീകരിച്ച് കിട്ടി. നമ്മളെ പല സംശയങ്ങൾക്കും ദൂരീകരിക്കപ്പെട്ടു. അപ്പൊ അതിന് നമ്മള് ഇതിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അറിവിന്റെ സുതാര്യതയ്ക്കനുസരിച്ച് നമ്മള് എന്റെ ലൈഫില് ഒരു വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് വളരെയധികം സന്തോഷമുണ്ട്. സന്തോഷേട്ടനോടും പിന്നെ ചേച്ചിയോടും ഇതിലെ ആരൊക്കെ ഇതിന് കാരണക്കാരായ ഇതിന്റെ എല്ലാ കണ്ണികളോടും വളരെ കൃതജ്ഞതയുണ്ട്. വലിയ ഒരു അറിവിന്റെ സ്രോതസ്സാണ് തുറന്നു കിട്ടിയിട്ടുള്ളത്. നമ്മള് ലൈഫിൽ കടന്നു പോകുമ്പോൾ പല ഭാഗത്തും പല കണ്ണുകളിലും നമ്മളുടെ പിന്നെ പോരായ്മകളായിട്ട് ഇപ്പൊ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയതെന്ന് തിരിച്ചറിയാൻ പറ്റിയ തരത്തിലുള്ള ബോധ്യങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതിന് വളരെ വളരെ സന്തോഷം. ഇത്രയും സെഷൻ വളരെ സുതാര്യമായി നമ്മളെ മുമ്പിലേക്ക് തുറന്നിട്ട ഇതിന് വളരെ നന്ദിയുണ്ട്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.